സന്യാസാശ്രമധർമ്മവിധാത്രീം ബ്രഹ്മജ്ഞാനസുധാരസദാത്രീം സദ്ഗുരുരൂപധരാം സർവജ്ഞാം അമൃതാനന്ദമയീം പ്രണമാമി. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദശങ്കരം ലോകശങ്കരം. ജയ ജയ ശങ്കര ഹര ഹര ശങ്കര, ജയ ജയ ശങ്കര ഹര ഹര ശങ്കര, ജയ ജയ ശങ്കര ഹര ഹര ശങ്കര. നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഭാരതീയ വിചാര കേന്ദ്രം കാലടി ശാഖ നടത്തുന്ന ശ്രീ ശങ്കര ജയന്തി വാർഷിക സഭയാണിത്. വൈശാഖ ശുക്ലപക്ഷ ദ്വിതീയ ആണ് എഴുതിയിരിക്കുന്നതെങ്കിലും വൈകുന്നേരം 5:30 കഴിഞ്ഞപ്പോൾ തൃതീയയായി. അപ്പോൾ സത്യത്തിൽ ഞാൻ ഭാഗ്യം ചെയ്ത ആളാണ്. ലക്ഷ്മീപതിയായ ഭഗവാനെ കൃത്യം സന്ധ്യയ്ക്ക് തൊഴാൻ ഭാഗ്യമായി. ഈ അക്ഷയ തൃതീയയുടെ പ്രത്യേകത അറിയാൽ, ആദിശങ്കര ഭഗവത്പാദർ ദരിദ്ര ബ്രാഹ്മണ കുടുംബത്തെ തൻ്റെ കനകധാരാ സ്തോത്രത്തിലൂടെ അനുഗ്രഹിച്ച് സ്വർണ്ണ നെല്ലിക്കകൾ പെയ്യിച്ചുവെന്നും അവരെ ധനികരാക്കിയെന്നും പറയപ്പെടുന്ന പുണ്യതിഥിയാണ് തൃതീയ, അക്ഷയ തൃതീയ എന്ന് പറയുന്നത്. ഇത് തുറന്നു പറയട്ടെ, ജുവലറികളുടെ പരസ്യത്തിന് പോകേണ്ടതല്ല. അക്ഷയ തൃതീയ പരശുരാമ ജയന്തിയും കൂടിയാണ്. പരശുരാമൻ നമുക്കറിയാം ക്ഷത്രിയരുടെ ദമ്പത്തെ, ക്ഷത്രിയ ഔദ്ധത്യത്തെ അരിഞ്ഞു തള്ളിയവരാണ്. 21 തവണയോ മറ്റോ ഭാരതമൊട്ടുക്കുള്ള ക്ഷത്രിയന്മാരുടെ ദുഷ്പ്രഭുത്വത്തെ നേരിട്ട് ക്ഷാത്രവീര്യം കൊണ്ട് നശിപ്പിച്ചവരാണ് പരശുരാമൻ. ഭാർഗവരാമന്റെ ജന്മതിഥിയും ജയന്തിയും കൂടിയാണ് അക്ഷയ തൃതീയ. പക്ഷെ ജന്മതിഥിയാവട്ടെ അക്ഷയ തൃതീയയുടെ തിഥിയാവട്ടെ സന്ധ്യാകാലങ്ങളിൽ കണക്കാക്കില്ല. ഞാൻ ടെക്നിക്കലി തിഥി തുടങ്ങി എന്ന് പറഞ്ഞതേ ഉള്ളൂ. നാളെയാണ്, പകലാണ്. സൂര്യോദയത്തോട് സ്പരിശിക്കുമ്പോൾ മാത്രമേ തിഥിക്ക് ശുഭകാര്യങ്ങൾക്ക് ചിന്തനമുള്ളൂ. അതുകൊണ്ട് നാളെയാണ്. എങ്കിലും ഞാൻ ദ്വിതീയ എന്ന ടെക്നിക്കാലിറ്റിയെ മറികടന്നു എന്നാണ് ഞാൻ പറഞ്ഞില്ല. 3ാമത്തെ കാൽവെപ്പ് വെച്ച് കഴിഞ്ഞു, വാമനനെ പോലെ. ഇവിടെ നമ്മുടെ ഹരി വളരെ സ്നേഹത്തോടു കൂടി മുമ്പേ തന്നെ, 2 വർഷം മുമ്പേ തന്നെ വിളിച്ചിരുന്നു. അപ്പോഴൊന്നും എനിക്ക് അസൗകര്യമായി. ഇടയ്ക്ക് ഇവിടെ എന്തോ ഒരു മരണം ഉണ്ടായിട്ട് ഒരു പരിപാടി മാറ്റിവെച്ചു. അങ്ങനെയൊക്കെ പല വൈതരണി ഉണ്ടായിരുന്നു. അപ്പോൾ എങ്കിലും എനിക്കൊരു ചിന്ത ഉണ്ടായിരുന്നു, ഭാരതീയ വിചാര കേന്ദ്രക്കാർ എന്താ എന്നെ വിളിക്കാത്തെന്നൊരു ചിന്ത ഉണ്ടായിരുന്നു. പക്ഷെ ഞാനായിട്ട് അങ്ങോട്ട് ആരെയും വിളിച്ചിട്ട് എന്നെ വിളിക്കുമെന്ന് നെറ്റ്വർക്ക് ചെയ്യാത്ത ആളായതുകൊണ്ട് അതങ്ങ് മറന്നുപോയി. അങ്ങനെ കഴിഞ്ഞ ദിവസം ഇദ്ദേഹം വീണ്ടും പറഞ്ഞു നമുക്ക് ഇരിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഇന്നിപ്പോൾ അവിടെ വന്നത്. അത് നല്ലൊരു തിഥിയായി. എന്തായാലും ഈ ലോക ചരിത്രത്തിൽ ശങ്കരാചാര്യരെക്കാൾ വലിയൊരു ബൗദ്ധിക ബൗദ്ധിക ബിംബം ലോക ചരിത്രത്തിൽ വേറെ ഇല്ല. ഉണ്ടെന്ന് സമർത്ഥിക്കുന്നവർ ശൃംഗേരി പോയിട്ട് തർക്കിക്കണം. എന്റെ മിനിമം ഇതാണ്. എന്നോട് പലരും പറയും ഈ ശങ്കരാചാര്യരുടെ സിദ്ധാന്തത്തിൽ ചില പിഴവുകളുണ്ട് എന്ന് ചിലരെന്നോട് പറയും. ആ പറയുന്നതിൽ പ്രമുഖമായിട്ടുള്ള ആൾക്കാരൊക്കെ ഞാൻ പറയാം. ഞാൻ പേരായിട്ടല്ല പറയണേ, അവരുടെ സിദ്ധാന്തം ഞാൻ പറയാം. ആ സിദ്ധാന്തം മനസ്സിലാക്കുമ്പോഴേ എന്തുകൊണ്ട് അദ്വൈതം എത്രത്തോളം കറകളഞ്ഞൊരു സിദ്ധാന്തമാണെന്ന് മനസ്സിലാവുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ഇടയ്ക്ക് ഉടുപ്പിയിലെ പേജാവർ മഠത്തില് സ്വാമിയാരെ കാണാൻ പോവായിരുന്നു ഇടയ്ക്ക്. അപ്പൊ അദ്ദേഹം നല്ല സ്നേഹമായിരുന്നു. വിശ്വേശതീർത്ഥ മഹാരാജ് നല്ല സ്നേഹമായിരുന്നു അദ്ദേഹം. നല്ല പെരുമാറ്റം, സാത്വികൻ, കൃഷ്ണഭക്തൻ. അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ അദ്ദേഹത്തോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ശങ്കരാചാര്യരുടെ തത്വം എന്തുകൊണ്ടാണ് മധ്വാചാര്യർ ഇങ്ങനെ തിരുത്താൻ കാരണം, അതിന്റെ ആവശ്യം എന്തായിരുന്നു എന്നൊക്കെ ചോദിച്ചു പറയുമ്പോൾ അദ്ദേഹം പറയും, സിദ്ധാന്തങ്ങൾ തമ്മിൽ നമ്മൾ വിശേഷമായിട്ട് വ്യത്യാസം ഉണ്ടെങ്കിലും കാഞ്ചിയിലെ പരമാചാര്യർ, മഹാപെരിവാൾ നമ്മൾ വിളിക്കുന്ന കാഞ്ചി മഹാൻ, അവിടേക്ക് എല്ലാ മാസവും മിക്കവാറും എഴുത്തുകുത്തുകൾ ഉണ്ടാവുന്നത്. സൈദ്ധാന്തികമായിട്ടുള്ള കാര്യങ്ങളും കുശലാന്വേഷണം ഒക്കെ ആയിട്ട് സംസ്കൃതത്തിൽ ഈ പേജാവര സ്വാമിയുമായിട്ട് എഴുത്തുകുത്തുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ മുൻകാലങ്ങളിൽ. അപ്പൊ അത്രയും ഒരു സിദ്ധാന്ത പക്ഷങ്ങൾ വ്യത്യസ്തമാണെങ്കിലും നമുക്ക് ചേർന്ന് പോകാനുള്ള ഒരുപാട് മേഖലകൾ എപ്പോഴും തുറന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അവസ്ഥ എന്താ വെച്ചാൽ, ഇപ്പൊ നമുക്ക് ആരും വിമർശിക്കാൻ പറ്റാത്തൊരു കാലഘട്ടമാണ്. 21ാം നൂറ്റാണ്ടിന്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറഞ്ഞാൽ
നമ്മൾ ഒരാളെ വിമർശിക്കാൻ പാടില്ല. വിമർശിച്ചാൽ ഉടനെ അവരുടെ പക്ഷക്കാരുണ്ടാവും. അവർ നമ്മളെ സിദ്ധാന്തം കൊണ്ടല്ല തോൽപ്പിക്കുക, പട്ടിക കൊണ്ടോ കല്ലുകൊണ്ടോ ഒക്കെ ആവും, അല്ലെ തോക്കുകൊണ്ടോ ഒക്കെ ആവും. അപ്പൊ ആ ഒരു ബൗദ്ധികമായ സ്വാതന്ത്ര്യം ആദിശങ്കരരുടെ കാലത്തുള്ളത്ര ഇന്ന് ഇല്ലെന്നുള്ളതിന്റെ തെളിവാണത്. ഇന്ന് ആരും വിമർശിക്കാൻ പാടില്ല. ഇപ്പൊ ഒരു ഗവൺമെന്റിന്റെ തെറ്റായ ഒരു നയം നമുക്ക് വിമർശിക്കാൻ പറ്റില്ല, ഉടനെ അവരുടെ പക്ഷക്കാരുണ്ടാവും. അപ്പൊ ഇപ്പൊ പക്ഷം എന്ന് പറയുന്നത് ബൗദ്ധികമായ ഒരു വ്യായാമത്തിന്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ള ഒന്നല്ല. ഇപ്പൊ ഇവിടെ വാഗർത്ഥ സദസ്സ് നടക്കുന്നു, അതുപോലെ ഒരു സിദ്ധാന്തത്തെ തർക്കിച്ചിട്ടോ അല്ലെങ്കിൽ പിന്നെ പ്രമാണം വെച്ചിട്ട് ചിന്തിച്ചിട്ടോ അല്ല ഇന്ന് വിജയിക്കുന്നത്, മറിച്ച് കരബലം കൊണ്ടാണ്. കരബലം കൊണ്ട് ജയിക്കുന്ന കാലത്ത് ഇങ്ങനെ കുറെ പേര് കുത്തിയിരുന്ന് സിദ്ധാന്തം പറഞ്ഞിട്ട് എന്താണ് കാര്യം എന്നൊരു ചോദ്യം മിക്കവാറും ആൾക്കാർക്കും വരാം. അതിന് ഞാൻ ഇവിടെ ഈ വിഷയം വളരെ കൺഫ്യൂസിങ് വിഷയമാണ് ഹരി തന്നത്. കാരണം ആദിശങ്കര ഭഗവത്പാദരുടെ ദർശനവും ദേശീയ നവോത്ഥാനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഏതെങ്കിലും ഒന്ന് തൊട്ടാൽ തന്നെ ഒരു 10-500 മണിക്കൂറിലേക്കുള്ള സാധനമുണ്ട്. ദർശനം തൊട്ടാൽ എത്ര കാലം പറഞ്ഞാലും മതിയാവില്ല. ഞാൻ ഇവിടെ വരുന്നത് വരെ വളരെ കോൺഫിഡന്റ് ആയിരുന്നു. ഇവിടെ വന്ന് നമ്മുടെ പ്രൊഫസർ സുബ്രഹ്മണ്യം സാറെ കണ്ടപ്പോൾ എന്റെ കാറ്റുപോയി. ഇനിയിപ്പോ ഞാൻ അദ്ദേഹം കേൾക്കാൻ വരുന്നുണ്ട് പറഞ്ഞപ്പോൾ അതിലേറെ ഭയമായി. അവിടെ വാഗത്ത് ആ സദസ്സിരുന്ന് എനിക്ക് ഇത്ര പ്രശ്നമില്ല. അദ്ദേഹം ഇവിടെ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷവും ദുഃഖവും ഒരുമിച്ചുണ്ടായി. കാരണം ഞാൻ എന്തെങ്കിലും വിഡ്ഢിത്തരം പറഞ്ഞു പോകുമോ എന്നൊരു പേടി. ഇത്രയും മഹാന്മാരായിട്ടുള്ള ആളുകൾ അവിടെ ഇരിക്കുന്നത്. കൃഷ്ണനമ്പൂരി സാർ തന്നെ ആയുർവേദത്തിൽ ഒരു വലിയ ആചാര്യനാണ്. മാത്രമല്ല അദ്ദേഹത്തിന് അറിയാത്ത മേഖലകളില്ല, അത്രയും പണ്ഡിതനാണ് അദ്ദേഹം. നമ്മുടെ ഹരി ഗംഭീരനായ ഒരു സംസ്കൃത അധ്യാപകനാണ്, വേദാന്ത അധ്യാപകനാണ്. ഇവരുടെയൊക്കെ മുമ്പിലാണ് ഇപ്പൊ ഞാൻ ഇത്രയും വെള്ളക്കൊക്കുകളുടെ ഇടയിൽ ഒരു കാകന്റെ സാന്നിധ്യം ഉണ്ടാവുന്നത്. അത് അത്ഭുതകരമാണ്. എങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള യോഗമോ വിദ്യയോ ഉണ്ടെന്ന് കൂട്ടുക. ഇപ്പൊ ഇവിടെ പറഞ്ഞത് ദർശനം വളരെ ലളിതാണ്. ആദിശങ്കരന്റെ ദർശനം വളരെ ലളിതാണ്. അതേ പറയാം, ശ്ലോകാർത്ഥേന പ്രവക്ഷ്യാമി യദുക്തം ഗ്രന്ഥകോടിഭി. കോടിക്കണക്കിന് ഗ്രന്ഥങ്ങളിൽ ഇതുവരെ പറയപ്പെട്ടതുപോലെ ആചാര്യ ഭഗവത്പാദരുടെ കാലഘട്ടത്തിന് മുൻപും ഭാഷ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വൃത്തികാര ഭാഷ്യത്തെ പറ്റി, മറ്റേ വൃത്തിഭാഷ്യം എന്ന് പറയുന്ന വൃത്തികാര ഭാഷ്യത്തെ പറ്റി ശ്രീ ശങ്കരഭഗവത്പാദര് അദ്ദേഹത്തിന്റെ ഗീതാഭാഷ്യത്തിന്റെ ഉപോദ്ഘാതത്തിന് പറയുന്നത് എനിക്ക് മുൻപും പറയും ഇതുപോലെ ഭാഷ്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിന്റെയൊക്കെ ലക്ഷ്യം എന്തായിരുന്നു എന്നുള്ളതാണ്. ഒരു അവതാരം വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി. ധർമ്മത്തിന് എപ്പോഴാണോ ഗ്ലാനി സംഭവിക്കുന്നത് അപ്പോഴാണ് ഒരു അവതാരം ഉണ്ടാവുന്നത്. അപ്പൊ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുക എന്ന് പറയുമ്പോൾ പുറമേയുള്ള കെട്ടുകാഴ്ചയല്ല. ശ്രീബുദ്ധൻ ജീവിച്ചിരുന്ന കാലത്ത് തന്നെ 80,000 ശിഷ്യന്മാരുണ്ടായിരുന്നു പറയുന്നത്. ഈ അന്നത്തെ ജനസംഖ്യയെ തട്ടിച്ചു നോക്കുമ്പോൾ 80,000 വലിയ സംഖ്യയാണ്, വലിയ സംഖ്യയാണ്. അത്രയും ശിഷ്യന്മാർ അന്നേ ബുദ്ധനുണ്ടായിരുന്നു. പക്ഷെ ബൗദ്ധധർമ്മത്തിന്റെ വളർച്ച കൊണ്ട് ഭാരതം സൈദ്ധാന്തികമായും ആത്മീയമായും വളർന്നുവോ എന്ന ചോദ്യമാണ്. ബൗദ്ധധർമ്മം തീർച്ചയായിട്ടും ആയുർവേദത്തിൽ ഒരുപാട് സംഭാവന ചെയ്തിട്ടുണ്ട്. ഈ ഭൗതിക വിജ്ഞാനീയങ്ങൾ ഒരുപാട് സംഭാവന ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിലും ഭാരതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വിളക്ക് കെട്ടുപോയതുപോലെ ഒരു പ്രതീതി ഇവിടെ ഉണ്ടായിരുന്നു. അതിന് പ്രധാനമായ കാരണം വേദത്തിന്റെ പ്രാമാണ്യത്തെ അംഗീകരിക്കാത്ത ഒരു സിദ്ധാന്തമായിട്ട് അത് വന്നു. വേദപ്രാമാണ്യത്തെ അംഗീകരിക്കാത്ത ഒരു സിദ്ധാന്തത്തെ നമുക്ക് ഭാരതീയർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഭാഗവതത്തിലോ മറ്റോ പരാമർശമുണ്ട് ബുദ്ധനും ഒരു വിഷ്ണുവിന്റെ അവതാരമാണെന്ന്. പക്ഷെ വ്യക്തിപരമായി ഞാൻ അതിനെ അംഗീകരിക്കുന്നില്ല. അതിന് കാരണം എന്താ വെച്ചാൽ വേദോദ്ധാരണമാണ് സകല അവതാരങ്ങളുടെയും ഏകലക്ഷ്യം. വേദത്തെ ഉദ്ധരിക്കുക. വേദത്തെ ഉദ്ധരിക്കുക എന്ന് വെച്ചാൽ വേദ ആചരണങ്ങളിലൂടെയും വൈദിക സിദ്ധാന്തങ്ങളിലൂടെയും, അതായത് തത്വപരമായിട്ടും ആശയപരമായിട്ടും ആചാരപരമായിട്ടും സമൂഹത്തെ വേദത്തിന്റെ ദിശയിൽ നിർത്തുക, അല്ലെങ്കിൽ വേദത്തെ അനുകൂലമായി നിർത്തുക, വേദപ്രാമാണ്യത്തെ അംഗീകരിക്കുക, ഇതാണ്. പക്ഷെ ബൗദ്ധ ദർശനം മിക്ക ഘട്ടങ്ങളിലും ധമ്മപദയിലും മറ്റും ബൗദ്ധ ദർശനം വേദത്തെ നിന്ദിക്കുന്നതായിട്ട് കാണാം. അപ്പൊ ചില ആൾക്കാരെന്നോട് പറഞ്ഞു, സാർ അങ്ങനെയൊന്നുമല്ല, ഹിന്ദുമതത്തിന്റെ ഒരു കൈവഴിയാണ് ബുദ്ധമതം എന്ന് പറഞ്ഞു. അപ്പൊ ഹിന്ദുമതത്തിന്റെ ഒരു കൈവഴിയാണ് ബുദ്ധം എന്ന് പറയുമ്പോൾ ഹിന്ദുമതം എന്താണ്? അങ്ങനെ എന്തിനേയും പറയല്ലോ. അപ്പൊ ലോകത്ത് രണ്ട് ദർശനങ്ങളേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ മൊത്തത്തിൽ പഠിച്ചാൽ മനസ്സിലാവും. ഒന്ന് ദ്വൈതവും ഒന്ന് അദ്വൈതവുമാണ്. ഇസ്ലാം മതം ദ്വൈതമാണ്, ക്രിസ്തുമതം ദ്വൈതമാണ്, ജൂതമതം ദ്വൈതമാണ്, പിന്നെ മധ്വാചാര്യ മതം ദ്വൈതമാണ്. വിശിഷ്ടാദ്വൈതം എന്ന് പറയുന്നത് സത്യത്തിൽ ദ്വൈതം തന്നെയാണ്. അതായത് ക്വാളിഫൈഡ് ഡ്യൂലിസം ആണത്, ക്വാളിഫൈഡ് നോൺ ഡ്യൂലിസം അല്ല. അപ്പോൾ എല്ലാ സിദ്ധാന്തങ്ങളും ലോകത്ത് ഭൗതികമായി ഉയർന്ന പല സിദ്ധാന്തങ്ങളും തന്നെയും ദ്വൈത സിദ്ധാന്തങ്ങളാണ്. ആ ദ്വൈത സിദ്ധാന്തങ്ങളിൽ നിന്ന് എന്താണ് ആദിശങ്കര ഭഗവത്പാദരുടെ ഈ സിദ്ധാന്തത്തിന് വ്യത്യാസം എന്നാണ്. ഐതദാത്മ്യമിതം സർവം തത് സത്യം സ ആത്മാ തത്വമസി ശ്വേതകേതു. ആ ആത്മാവ് സ ആത്മാ തത്വമസി, അത് നീ തന്നെയാണ്. എല്ലാറ്റിലും നിറഞ്ഞിരിക്കുന്ന അണുവിലും ബ്രഹ്മാണ്ടത്തിലും നിറഞ്ഞിരിക്കുന്ന ആ ചൈതന്യമുണ്ടല്ലോ, ആ ചൈതന്യ വിശേഷം നീ തന്നെയാകുന്നു എന്നാണ്. ഞാനൊരു ദിവസം ഈ ഭൗതികം കൂടി പറഞ്ഞാലേ രസമുള്ളൂ, അല്ലെങ്കിൽ ബോറടിക്കും.
നമ്മുടെ ശബരിമല പ്രക്ഷോഭ സമയത്ത് ഒരാൾ കവിത എഴുതി, തത്വമസി എന്ന് പറഞ്ഞാൽ ഞാനും നീയും ഒന്നാണെന്നാണ്. അപ്പം ആദിശങ്കര ഭഗവത്പാദരെ തെറ്റിദ്ധരിച്ചതുപോലെ ലോകത്ത് മറ്റാരെയും തെറ്റിദ്ധരിച്ചിട്ടില്ല. എന്താണ് തത്വമസി മഹാവാക്യത്തിന്റെ ഉദ്ദേശ്യം? അഹം ബ്രഹ്മാസ്മി എന്നാൽ എന്താണ്? ഞാനൊരു സന്യാസി മഠത്തിൽ പ്രഭാഷണത്തിൽ പോയി. അപ്പൊ സന്യാസി പ്രഭാഷണം തുടങ്ങി. എനിക്ക് മുമ്പേ അധ്യക്ഷ പ്രസംഗം അദ്ദേഹമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അഹം ബ്രഹ്മാസ്മി നിങ്ങൾ ജപിക്കണം. അപ്പൊ എനിക്ക് സംശയം, എന്താ അദ്ദേഹം പറയണത്? അദ്ദേഹം പറയണത് അഹം ബ്രഹ്മാസ്മി എന്ന് ജപിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മസ്വരൂപം തെളിയുന്നുണ്ട്. സത്യത്തിൽ അങ്ങനെ ഉണ്ടാവില്ല. അഹം ബ്രഹ്മാസ്മി എന്നുള്ളത് ഉണരുക വേണ്ടത്. ഞാൻ ഇന്നതാണ്, ഇന്നതല്ലെന്ന് അറിഞ്ഞാൽ, നേതി കൊണ്ട് ഇന്നതാണെന്ന് പറയാൻ പറ്റില്ല. ഇന്നതൊന്നും അല്ലെന്ന് അറിഞ്ഞാൽ ബാക്കി അവശേഷിക്കുന്ന എന്തോ അത് നീയാണ്, അത്രേ പറയാൻ പറ്റുള്ളൂ. അപ്പോ അദ്വൈത വേദാന്തത്തെ നമ്മുടെ തന്നെ സാംസ്കാരിക സംഘടനകളും സന്യാസി മഠങ്ങളും വ്യാഖ്യാനിച്ചു വെച്ചത് എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് സത്യം പറഞ്ഞ സംശയമുണ്ട്. പല ഗ്രന്ഥങ്ങളും വായിക്കുമ്പോൾ അവരിത് ശരിക്കും ഉൾക്കൊണ്ടോ എന്ന് സംശയമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ശൃംഗേരി മഠം വളരെ വലിയ സേവനമാണ് ഈ വിഷയത്തിൽ ചെയ്യുന്നത്. കാരണം നമ്മുടെ ഭഗവത്പാദരുടെ ടെക്സ്റ്റുകൾ സംശോധനം ചെയ്ത് കൃത്യമായ ടെക്സ്റ്റുകളെ പുറത്തു കൊണ്ടുവന്ന് ഭാഷ്യത്തെ യഥാവിധി നിർണയിച്ച് ശൃംഗേരി മഠം ശാസ്ത്ര മേഖലയിൽ, അതായത് നമ്മുടെ സച്ഛാസ്ത്ര മേഖലയിൽ ചെയ്യുന്ന സേവനം വളരെ വളരെ വലുതാണ്. കാഞ്ചിയിലും അങ്ങനെ തന്നെ മഹാപേരിയുടെ കാലം വരെ, അല്ലെങ്കിൽ ഒരുപക്ഷെ ജയശ്രീ സരസ്വതിയുടെ തുടക്കകാലം ഒക്കെ വളരെയധികം പുഷ്കലമായിരുന്ന ഒരു കാലഘട്ടം അവർക്കും ഉണ്ടായിരുന്നു. നാളെ ഇപ്പോൾ അക്ഷയ തൃതീയ ദിവസം 71ാമത്തെ ആചാര്യനെ കാഞ്ചിയിൽ അവരോധിക്കാനും പോവുകയാണ്. നല്ല തിഥിയാണ്, എന്തായാലും നല്ല ലക്ഷണങ്ങളാണ് സമൂഹത്തിൽ കാണുന്നത്. ഞാൻ എപ്പോഴും ചിന്തിക്കും, പുനർജന്മ സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് നമ്മള്. അപ്പൊ മഹാപെരിവരെ ഞാൻ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും. കാരണം ഞാൻ മഹാപെരിവരുടെ കാരുണ്യം കൊണ്ടാണ് പഠിച്ചത്. കാഞ്ചി മഠം പല കുട്ടികൾക്കും ഇങ്ങനെ പണം കൊടുത്തിരുന്നു പഠിക്കാൻ വേണ്ടിയിട്ട് ആ കാലത്ത്. അങ്ങനെ ഈ ഭാരതം ഒട്ടുക്കും വൈദിക ധർമ്മം നിലനിൽക്കാൻ വേണ്ടി കാഞ്ചി മഠം വലിയ സേവനം ചെയ്തിട്ടുണ്ട്. പലയിടങ്ങളിലും ശാസ്ത്രികളെ നിർദ്ദേശിക്കുകയും അവിടെ ഉണ്ണികൾക്ക് പഠിക്കാൻ അവസരം ഉണ്ടാക്കി അവർക്ക് ചാപ്പാട് ഭക്ഷണം കൊടുക്കാനുള്ള ഉണ്ടാക്കുകയൊക്കെ ചെയ്ത അദ്ദേഹമാണ്. അങ്ങനെ പോയി പഠിച്ച ഒരാളെന്ന നിലയിൽ കാഞ്ചി മഠത്തോട് വലിയ ബഹുമാനം എപ്പോഴും ഉള്ള ആളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് കാഞ്ചി മഠത്തിന്റെ ദൃഷ്ടിയിലായിരിക്കും ഞാനിപ്പോ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഉണ്ടാവുക. അതൊരു പക്ഷേ ഇവിടെ ചിലപ്പോൾ കേൾവി ഇല്ലാത്തതോ അല്ലെങ്കിൽ ഉള്ള എതിർപ്പുള്ളതോ കാര്യങ്ങളോ ആവാം. അതെന്താണ് പ്രധാനമായിട്ടുള്ള കാര്യം, അതിലേക്ക് ആദ്യം വരിക. അത് ആചാര്യരുടെ ജന്മത്തെ സംബന്ധിച്ചതാണ്. അത് പലർക്കും പല ആശയക്കുഴപ്പമുള്ളൊരു മേഖലയാണ്. ശങ്കരാചാര്യർ എപ്പോഴാണ് ജനിച്ചത്? ശങ്കരാചാര്യർ 1200 വർഷം മുൻപാണെന്നാണ് പലരും പറയുന്നത്. ഇപ്പൊ അടുത്ത കാലത്ത് മഹാനായിട്ടുള്ള ഭാരതീ തീർത്ഥ മഹാസ്വാമികളുടെ ഒരു പ്രഭാഷണത്തിലും ഞാൻ 1200 വർഷം എന്ന് കേട്ടു. അതാണ് ഈ ഇവിടെ എല്ലാം ഈ ഇങ്ങനെ ചേതനയോടുകൂടി ഇരിക്കുന്ന ആളുകളോടൊപ്പം ചിത്രങ്ങളും ഉണ്ടല്ലോ. അപ്പൊ ചിത്രം കൊണ്ട് പോലും പേടിപ്പിക്കാൻ പറ്റുന്ന ആളാണ് ആര്? ഭാരതീ തീർത്ഥ മഹാസ്വാമികൾ. അപ്പൊ അദ്ദേഹത്തിന്റെ ചിത്രത്തിന് മുമ്പിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. അതൊരു നിന്ദയായിട്ട് കരുതരുത്. കാഞ്ചി മഠത്തിൽ മഹാപെരിവരുള്ള കാലത്ത് വളരെ കൃത്യമായിട്ട് പല ചരിത്ര പണ്ഡിതന്മാരെയും ജൂതന്മാരെ അടക്കം വിളിച്ചു വരുത്തിയിട്ട് നമ്മൾ റിസർച്ച് നടത്തിയിരുന്നു കാഞ്ചി മഠം. ആ കാഞ്ചി മഠത്തിന് ആ സമയത്ത് ഗോവർദ്ധന മഠത്തിലുള്ള ഗുരുപരമ്പരയുടെ ലിസ്റ്റ് വരെ കൊണ്ടുവന്നിട്ടാണ് പരിശോധിച്ചത്. അങ്ങനെ നോക്കുമ്പോൾ 38ാമത്തെ കാഞ്ചിയിലെ ശങ്കരാചാര്യട്ട് അറിയപ്പെട്ടിരുന്ന ഒരു ശങ്കരാചാര്യരുണ്ട്. അദ്ദേഹത്തിന്റെ പേരും ശങ്കരൻ തന്നെയാണ്. അദ്ദേഹം ചിദംബരത്തുള്ള അഭിനവ ശങ്കരൻ എന്ന് വിളിക്കപ്പെട്ട ശങ്കരാചാര്യരാണ്. പലപ്പോഴും ഈ അഭിനവ ശങ്കരന്റെ ജന്മതിഥിയും ഈ നമ്മളിപ്പോൾ കാലടിയിൽ ജനിച്ചിട്ടുള്ള ശങ്കരാചാര്യ ജന്മതിഥിയും ഒന്നു തന്നെയായിട്ടും ഒന്ന് മിശ്രിതം കലർന്നു പോയോ എന്നൊരു ശങ്കയുള്ള ആളാണ് ഞാൻ. അപ്പൊ അത് ദൂരീകരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചില വായനകൾ നടത്തിയത് ഇവിടെ നോട്ട് ചെയ്ത് വരാൻ കാരണം ഞാൻ കാട് കയറി പറയുന്ന ആളാണ്. അങ്ങനെ കാട് കയറി പറഞ്ഞ ഹരി എന്നെ പേടിപ്പിക്കുക. അതുകൊണ്ട് 8 മണി വരെ എനിക്ക് സമയമുള്ളൂ. അപ്പൊ അതിനുള്ളിൽ പറയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. ഇവിടെ ശൃംഗേരി മഠത്തിന്റെ പുസ്തകത്തിൽ ഞാൻ കണ്ടു ആദിശങ്കര ഭഗവത്പാദരുടെ ജന്മ നമ്മൾ തലക്കുറി എന്ന് പറയില്ലേ, അതായത് കുണ്ഡലി എന്ന് പറയുന്ന ജാതകത്തിന്റെ കുറിപ്പ്, അതിന്റെ ചിത്രം രാശിചക്രം കൊടുത്തിട്ടുണ്ട്. ആ രാശിചക്ര പ്രകാരമുള്ള കോൺസ്റ്റലേഷൻ അതെന്താണ്? നന്ദന സംവത്സരം ഭാനുവാസരത്തിൽ ജനിച്ചു, ഞായറാഴ്ച ജനിച്ചു, ഉത്തരായണ കാലത്ത് ജനിച്ചു, പഞ്ചമി തിഥിയിൽ ജനിച്ചു, പുണർവം നക്ഷത്രത്തിൽ പുനർവസുൽ ജനിച്ചു. ഈ 5 കാര്യങ്ങളും വൈശാഖ മാസത്തിൽ ജനിച്ചു, ശുക്ലപക്ഷം. ഈ 5-6 കാര്യങ്ങൾ ഒന്നിച്ചു വരണമെങ്കിൽ 1200 കൊല്ലം മുമ്പുള്ള ആ ഒരു പർട്ടിക്കുലർ AD എന്ന് പറയുന്ന ആ കാലം ഉണ്ടല്ലോ, ആ കാലത്ത് അത് സാധ്യമല്ല. ഇത് വളരെ സുസ്പഷ്ടമായിട്ടാണ് കാഞ്ചി പെരിയരുടെ കാലത്ത് സ്ഥിരീകരിച്ചത്. അതിന് അവലംബിച്ചത് 2593 കലിവർഷം എന്ന് പറഞ്ഞാൽ 509 BCE ആണ്. പണ്ട് കാലത്തൊക്കെ നമ്മൾ BC എന്ന് പറഞ്ഞിരുന്നു, ഇപ്പൊ അത് പറയുന്നില്ല.
ഇപ്പൊ ചിലർ ചോദിക്കും ഞങ്ങളുടെ ക്രിസ്തുവിന്റെ പേരിലാണ് ചരിത്രം രണ്ടാക്കി, അതൊക്കെ പൊട്ടത്തരാണെന്നുള്ള അവിടുത്തെ വിദേശ ശാസ്ത്രജ്ഞന്മാർ തന്നെ തെളിയിച്ചിട്ട് പറഞ്ഞു ഇനി അങ്ങനെ പറയാൻ പാടില്ല. കാരണം ക്രിസ്തു ജനിച്ചു ജീവിച്ചു എന്നതിന് ചരിത്രത്തിൽ എവിടെയും ആധികാരികമായ തെളിവുകൾ ഒന്നുമില്ല. യാഥാർത്ഥ്യമാണ്. ഇപ്പൊ നമ്മുടെ ഇന്നത്തെ കാലത്ത് കുട്ടികളോട് ശങ്കരാചാര്യ അറിവ് വെച്ചാൽ അതൊക്കെ കഥയല്ലേ എന്ന് പറയും. സത്യത്തിൽ നേരെ തിരിച്ചാണ്. ശങ്കരാചാര്യ യാഥാർത്ഥ്യവും ക്രിസ്തു ഒരു മിത്തുമാണ്. ഇത് എന്റെ പേഴ്സണൽ അഭിപ്രായം, ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ അഭിപ്രായമല്ല, ഇത് ഇവിടെ ഇരിക്കുന്ന ശൃംഗേരി മഠത്തിന്റെ അഭിപ്രായമല്ല, എന്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇതിന് ഞാൻ പൊറുപ്പ്. ഇത് ഞാൻ തന്നെ മറുപടി പറഞ്ഞോളാം ആരെങ്കിലും എതിർവാദം ഉന്നയിച്ചാൽ. പക്ഷെ നമ്മുടെ കുട്ടികളെ നോക്കൂ, വിദേശ വിദ്യാഭ്യാസം വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്നത് ശങ്കരാചാര്യരുടെ മിഥ്യയും കൃഷ്ണനൊരു മിഥ്യയും രാമനൊരു മിഥ്യയും, എന്നാൽ യേശു ക്രിസ്തു സത്യവും അല്ലെങ്കിൽ മുഹമ്മദ് നബി സത്യവും അങ്ങനെയാണ് വളർത്തിയിരിക്കുന്നത്. മുഹമ്മദ് നബി ചരിത്ര പുരുഷനായിരുന്നു. പക്ഷെ ആ BC എന്നത് പോയിട്ട് ബിഫോർ ക്രൈസ്റ്റ് എന്നും ആൻഡ് ഡൊമിനി എന്നുള്ളത് മാറിയിട്ട് ബിഫോർ കോമൺ ഇയർ എന്നും മാറി. CE എന്നും BCE എന്നും മാറി. BCEയിൽ 509 BCEയിൽ മാത്രമേ ഈ പറഞ്ഞ നന്ദന നാമ സംവത്സരം വരുന്നുള്ളൂ, ഞായറാഴ്ച തിഥി ഭാനുവാസരം വരുന്നുള്ളൂ, അന്ന് പുനർവസു നക്ഷത്രം വരുന്നുള്ളൂ, ശുക്ലപക്ഷം വൈശാഖ മാസം പഞ്ചമി തിഥി ധനു ലഗ്നം ഇതൊക്കെ ചേർന്ന് വരുന്ന തിഥി ആ ശൃംഗേരി പ്രസിദ്ധീകരിച്ചിരിക്കുന്ന കോൺസ്റ്റലേഷനിൽ പോലും 1200 വർഷം മുമ്പ് അത് എല്ലാം ഒത്തുവരുന്നില്ല. അത് നിന്റെയായിട്ട് കരുതരുന്ന ആദ്യമേ ഞാൻ ജാമ്യം എടുത്തിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ബുദ്ധന് ശേഷവും ഇവർ ഈ പറയുന്ന കോമൺ ഇയറ തുടങ്ങുന്നതിന് മുൻപും ആണ് ആചാര്യരുടെ ജന്മ കാലഘട്ടം എന്ന് പറയാം. അതിന് പ്രധാനപ്പെട്ട കാരണം, ഇന്നത്തെ കാലത്ത് ഏറ്റവും എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന ഒരു കാരണം ഞാൻ പറയാം. ഇപ്പോ എല്ലായിടത്തും നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗവതം എന്ന് പറയുന്ന പുരാണം, ഭാഗവത പുരാണത്തെ പറ്റിയിട്ട് ശങ്കരാചാര്യരുടെ ഒരു കൃതിയിലും പരാമർശം പോലും ഇല്ല. ഇത്തോതിൽ അത് വളരെ പ്രമുഖമായ ഒരു മഹാപുരാണമായിരുന്നു ആ കാലത്തെങ്കിൽ തീർച്ചയായിട്ടും ആചാര്യർ അതിൽ നിന്ന് 1-2 ശ്ലോകങ്ങളെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് വിഷ്ണു സഹസ്രനാമ ഭാഷ്യത്തിലെങ്കിലും എഴുതിയാൽ ഇല്ല. പോട്ടെ, എത്ര കൃതികൾ നോക്കട്ടെ, ആചാര്യരെ പോലെ 100 കണക്കിന് സ്തോത്രകൃതികൾ എഴുതി. എവിടെയെങ്കിലും ഭാഗവതത്തിൽ പരാമർശിച്ചിരിക്കുന്ന ഒരു കാര്യത്തെ എടുത്തിട്ട് പറഞ്ഞിട്ടില്ല. ഇനി സ്തോത്രകൃതികൾ പലരും എഴുതിയതാണ് ഒരു തർക്കമുണ്ട്. ഞാൻ തർക്ക വിഷയങ്ങൾ പറഞ്ഞിട്ട് ദർശനം ഉറപ്പിക്കുന്നത്, അല്ലാതെ നേരിട്ട് ദർശനം പറയല്ല. ഇതിൽ പ്രധാനപ്പെട്ട തർക്കം ഉന്നയിക്കുന്ന ത്രൈതവാദികൾ എന്നൊരു 3-ാം ഘട്ടമുണ്ട്. ഇതിൽ പലർക്കും അറിയാത്തതാണ്. അതായത് ഇടതും വലതും അല്ലാതെ നടുവിലൊന്ന് നിൽക്കുന്നു. അതായത് ദ്വൈതവാദവും അദ്വൈതവാദവും അല്ല, ത്രൈതവാദം എന്നൊരു വാദം നടുവിൽ വരുന്നത്. ത്രൈതവാദം എന്താണ്? ത്രൈതവാദം നമ്മുടെ ദയാനന്ദ സരസ്വതിയുടെ ആര്യ സമാജക്കാരുടെ വാദമാണ്. അവരുമായിട്ട് ഇടയ്ക്ക് വാട്സപ്പിൽ ചില ഡിസ്കഷൻ നടക്കുമ്പോൾ അതിനിശ്ചിതമായ വിമർശനങ്ങളാണ് അവർ ശങ്കരാചാര്യർക്കെതിരെ ഉന്നയിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം സൗന്ദര്യലഹരി ശങ്കരാചാര്യർ എഴുതിയതല്ല എന്നുള്ളതാണ്. പക്ഷെ കാഞ്ചിയിലെ മഹാപെരിവര് അതിന് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. കാഞ്ചിയിലെ മഹാപെരിവര് ഞങ്ങളെ കൊണ്ടൊക്കെ എല്ലാ വെള്ളിയാഴ്ചയും സൗന്ദര്യലഹരി അവിടെ പാരായണം ചെയ്യിക്കുമായിരുന്നു. അപ്പോൾ ഇത്രയും മഹത്തായ ഒരു കൃതി ആചാര്യർ എഴുതിയതല്ല എന്ന് പറയുന്നു. ഇത് നമ്മുടെ കോഴിക്കോട്ടുകാരനായ വിദ്യാവാചസ്പതി വി പനോളി എന്നൊരു പണ്ഡിതനാണ് വളരെയധികം ഈ വിവാദം കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവന്നത്. കേരളത്തിൽ മറ്റവരല്ല, ഉത്തരേന്ത്യയിലാണ് അവരിത് പറയുന്നത്. ആ പുസ്തകം ഞാൻ വായിച്ചതാണ്, അറിയപ്പെടാത്ത ആദിശങ്കർ എന്നൊരു പുസ്തകം ഞാൻ വായിച്ചതാണ്. അതിൽ അദ്ദേഹം പറഞ്ഞ ബ്രഹ്മവൈവർത്ത പുരാണത്തിൽ ശ്രീകൃഷ്ണനെയും രാധയും വേർതിരിച്ച് കാണാനാവില്ല എന്നൊരു ശ്ലോകമുണ്ട്. ആ ശ്ലോകം ശങ്കരാചാര്യർ കോപ്പി അടിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോ നോക്കൂ, എത്ര ദുർബലമായൊരു വാദമാണ്. ശിവശക്തിയായുക്തോ യതിഭവതി ശക്ത പ്രഭവിതും നചേദേവം ദേവോ നഖലു കുശല സ്പന്ദിതുമപി അതസ്ത്വാം ആരാധ്യാം ഹരിഹര വിരിഞ്ചാദിഭിരപി പ്രണന്തും സ്തോതും പാകഥം അകൃത പുണ്യ പ്രഭവതി എന്ന് ആചാര്യർക്ക് എഴുതണമെങ്കിൽ ബ്രഹ്മവൈവർത്ത പുരാണം കോപ്പി അടിക്കണം എന്ന് പറഞ്ഞാൽ അത് എന്തു തരം നിന്ദയാണ്? ആ ശ്ലോകം ഞാൻ നോക്കുക, ഞാൻ മനപ്പാഠാക്കിയിട്ടില്ല. ഈ ബ്രഹ്മവൈവർത്ത പുരാണം എന്ന പുരാണമായിക്കോട്ടെ, പത്മപുരാണമായിക്കോട്ടെ, ഇങ്ങനെയുള്ള ചില പുരാണങ്ങൾക്ക് തന്നെയും അവയുടെ നിലനിൽപ്പ് പോലും ചോദ്യചിഹ്നമാണ്. ഈ പുരാണങ്ങൾ ഏത് കാലഘട്ടത്തിൽ എഴുതപ്പെട്ടതാണ്? ആദിശങ്കരുടെ കാലഘട്ടം ഏതാണ്? ഈ 1200 AD എന്ന് പറഞ്ഞ കാലഘട്ടം നമ്മൾ അംഗീകരിച്ചാൽ നമ്മൾ പലതിനും ഉത്തരവില്ലാതെ കുഴങ്ങേണ്ടി വരും. പ്രധാനപ്പെട്ട കാര്യം, പല കൃതികളും ആചാര്യരുടേത് അല്ല എന്ന് സ്ഥാപിക്കാൻ അവർക്ക് സാധിക്കും എളുപ്പത്തിൽ. കാരണം അതിന് മുമ്പുള്ള പുരാണങ്ങളിൽ നിന്ന് ആദിശങ്കർ കോപ്പി ചെയ്താണെന്ന് പറയേണ്ടി വരും. അതൊക്കെയാണ്. അപ്പൊ ഇങ്ങനെ ദുർബലമായ വാദങ്ങൾ വെച്ചുകൊണ്ടാണ് ശങ്കരാചാര്യരെ ത്രൈതികളും ദ്വൈതികളും ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. ശങ്കരാചാര്യരെ പറ്റി പ്രസിദ്ധമായി മധ്വാചാര്യരുടെ മാധ്വവിജയം എന്ന് പറയുന്ന പുസ്തകമുണ്ട്. മാധ്വവിജയം. ആ പുസ്തകത്തില് ഒരു പരാമർശമാണ്, ഇവിടെ വൈകുണ്ഠത്തിൽ വലിയ ചർച്ച നടക്കുകയാണ്. ഭൂമിയിൽ
ആകെ അങ്കലാപ്പാണ്. പല ബൗദ്ധധർമ്മങ്ങളും വന്ന് നമ്മുടെ വൈദിക ധർമ്മത്തെ അങ്കലാപ്പിലാക്കിയിരിക്കുന്നു. എന്ത് ചെയ്യണം? ഉടനെ മഹാവിഷ്ണു പിന്നെ പരമശിവനെ വിളിച്ചു വരുത്തുകയാണ്. പരമശിവനെ വിളിച്ചു വരുത്തുകയാണ്. നമ്മളിപ്പോ പിയൂണിനൊക്കെ എങ്ങനെ മണിയടിച്ച് വിളിച്ചു വരുത്തില്ല, അതുപോലെ വിളിച്ചു വരുത്തിയിട്ട് പരമശിവനോട് പറയാണ്, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഭൂമിയിൽ പോയിട്ട് തെറ്റായ ഒരു സിദ്ധാന്തം പഠിപ്പിക്കുമെന്ന്. നിങ്ങൾ ഭൂമിയിൽ പോയിട്ട് തെറ്റായ ഒരു സിദ്ധാന്തം പഠിപ്പിക്കൂ, ഒരു മിഥ്യാവാദം പ്രചരിപ്പിക്കൂ, മായാവാദം പ്രചരിപ്പിക്കൂ എന്ന് പറഞ്ഞു. ശുഷ്ക വേദാന്തം, മായാവാദം, മിഥ്യാവാദം എന്നൊക്കെ ഉള്ളത് ഈ വൈഷ്ണവ ടെർമിനോളജിയിലുള്ള ഒരു കോമൺ സംഗതികളാണ്. എന്നിട്ട് നിങ്ങളിത് കുറെ കാലം പ്രചരിപ്പിക്കും, അത് ഒരു സ്വീകാര്യത കിട്ടും. അപ്പൊ ജനങ്ങളെ ബൗദ്ധത്തിൽ നിന്ന് അടർത്തിയെടുക്കാനും പറ്റും, എന്നാൽ വൈദികത്തിൽ എത്തിയിട്ടുമില്ല. ആ അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഞാൻ വായുദേവനെ അവിടെ പറഞ്ഞുവിടാം. എന്തിനാ വായുദേവനെ തിരഞ്ഞെടുത്ത് എനിക്ക് അറിഞ്ഞുവിടാം, വേറൊരാളെ ഏൽപ്പിക്കായിരുന്നു. വായു തന്നെ അറിയില്ല അതിന് കാരണം. എന്തായാലും വായുദേവനെ ഞാൻ അപ്പോൾ അവിടെ പറഞ്ഞുവിടാം. വായുദേവനോട് അവതരിച്ചിട്ട് നിങ്ങൾ പഠിപ്പിച്ച തെറ്റായ സിദ്ധാന്തത്തെ തിരുത്തിയിട്ട് യഥാർത്ഥ വൈദിക സിദ്ധാന്തം സമർത്ഥിക്കും. അതായിരിക്കും എന്ത്? മധ്വാചാര്യരുടെ ദ്വൈത സിദ്ധാന്തം എന്നായി. ഈ വാദം എങ്ങനെയാണ് ദ്വൈതികൾ അവതരിപ്പിച്ചിരിക്കുന്നത് വെച്ചാൽ പുരാണത്തിലൂടെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോ ഒരു കാര്യം സ്മഗിൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ഭാരതത്തിൽ ഒരു തെറ്റായ ആശയത്തെ സ്മഗിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സങ്കേതത്തിന്റെ പേരായ അധപ്പതിച്ചു എന്ത്? പുരാണം എന്നുള്ളത്. ഇത് പല വായനയും നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. ശങ്കരാചാര്യരെ ആക്രമിക്കണം, ഉടനെ പറയാം പത്മപുരാണത്തിൽ വിഷ്ണു ഇങ്ങനെ പറയുന്നുണ്ടെന്ന് പറയാം, അത് പ്രമാണമായിട്ടെടുക്കുക. അല്ലെങ്കിൽ സൗന്ദര്യലഹരി മോഷ്ടിച്ചതാണെന്ന് പറയണമെങ്കിൽ ഉടനെ ബ്രഹ്മവൈവർത്ത പുരാണം അവതരിപ്പിക്കുക. അപ്പൊ കൃത്യമായ പ്രക്ഷിപ്തം, ഇതൊക്കെ പ്രക്ഷേപം ചെയ്ത് അവിടെ വെച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ഈ വാദങ്ങൾ കൃത്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി. ഇത് വലിയ തർക്കത്തിനിടയായിട്ടുണ്ട്. പലരുടെയും ധാരണ ശങ്കരാചാര്യർ ഒരു ശൈവനാണെന്നാണ്. ഇത് നമ്മൾ തമാശയല്ല പറഞ്ഞു. നിങ്ങൾ ഉടുപ്പിയിൽ പോയിട്ട് വലിയ വലിയ ആളുകളോട് തർക്കിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു. അവരുടെ ചിന്തയിൽ ശങ്കരാചാര്യർ ആരാണ്? ഒരു ശൈവനാണ്. എന്നാൽ ഭാഷ്യം തുടങ്ങുമ്പോൾ നാരായണ ശബ്ദം കൊണ്ടാണ് തുടങ്ങുന്നത്. ഭാഷ്യത്തിൽ ഉടനീളം ഭഗവാൻ നാരായണൻ ലോക ജിഭിക്ഷയ, അതായത് ലോകത്തിന് ഉപദേശം കൊടുക്കാൻ വേണ്ടിയിട്ട് ദേവകിയുടെ മകനായിട്ട് സാക്ഷാൽ നാരായണ ഭഗവാൻ അവതരിച്ചു എന്ന് ഭഗവാൻ ആദിശങ്കരൻ പറയുകയാണ്. അപ്പോ അവിടെ ദ്വൈതമെന്നോ അദ്വൈതമെന്നോ വിശിഷ്ടാദ്വൈതമെന്നോ ജ്ഞാനിയെന്നോ അജ്ഞാനിയെന്നോ ജാതി ചിന്തയോ ഭേദചിന്തയോ ഇല്ലാത്തൊരു സിദ്ധാന്തമാണ് അദ്വൈതം. മറ്റെല്ലാ സിദ്ധാന്തങ്ങളും ഒരു പക്ഷം പിടുത്തുകൊണ്ട് അദ്വൈതത്തെ ഒരു പക്ഷമായിട്ട് പറയാൻ പറ്റില്ല. എല്ലാവരുടെയും പരമാശ്രയ സ്ഥാനവും ലക്ഷ്യസ്ഥാനവും അദ്വൈത വേദാന്തമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു കാര്യം ഞാൻ സ്പഷ്ടമായി പറയുകയാണ്, ഇതിൽ തർക്കം പിന്നീട് ഉന്നയിക്കാവുന്നതാണ്. ആ തർക്കം നമുക്ക് ചർച്ച ചെയ്ത് തീരുമാനിക്കാവുന്നതാണ്. 509 BCE, ബിഫോർ കോമൺ ഇയറയാണ് കാഞ്ചി പെരിയരുടെ കാലത്ത് ശങ്കരാചാര്യരെ പറ്റിയിട്ട് കണ്ടെത്തിയ ഒരു കൃത്യമായ അദ്ദേഹത്തിന്റെ ജന്മവർഷം എന്ന് പറയുന്നത് 477 BCE അദ്ദേഹം 32 വർഷത്തിന് ശേഷം സമാധിയായി എന്നതാണ്. അത് എവിടെ നിന്നാണ് നമുക്കിത് കിട്ടുന്നതെന്ന് നോക്കാം. അതേപറ്റി പറയാം. ഈ ശങ്കരാചാര്യ സ്വാമികളുടെ കാര്യത്തിൽ ഞാൻ പറയാമല്ലോ, നാളെ കാഞ്ചിയിൽ 71ാമത്തെ ശങ്കരാചാര്യരെ അവരോധിക്കുകയാണ്. നാളെ ഇതുവരെ 70 ആചാര്യന്മാർ, ശങ്കര വിജയേന്ദ്ര സരസ്വതി സ്വാമി അടക്കം 70ാമത്തെ സ്വാമിയാരാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ ഇവിടെ 38ാമത്തെ സ്വാമിയാരായിരുന്ന അഭിനവ ശങ്കര എന്ന നമ്മുടെ ചിദംബരത്തെ ഒരു ദീക്ഷിത കുടുംബത്തിലെ അദ്ദേഹത്തെയാണ് ഇവിടെ ഇതുവരെ നമ്മൾ ശങ്കരാചാര്യർ 1200 കൊല്ലം മുമ്പെന്ന് പറഞ്ഞിരിക്കുക എന്ന സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ 70 ആചാര്യന്മാർ കാഞ്ചിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതില് 10 ശങ്കര ദിഗ്വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതുവരെ. ഈ ശങ്കരാചാര്യരെ പറ്റിയുള്ള ഓതന്റിക് ഇൻഫർമേഷൻ നമ്മൾ എല്ലാവരും പല ഗ്രന്ഥങ്ങളിലും പത്രങ്ങളിലും വായിക്കുന്നതിന്റെ പ്രധാന കാരണം ഈ 10 ശങ്കര വിജയങ്ങളാണ്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ എന്റെ വിഷയത്തിന് വിധിച്ചു പോകാണ്ടിരിക്കൊണ്ട് എഴുതി കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതിൽ ആദ്യത്തേത് ഞങ്ങൾ ഇപ്പോൾ ആശ്രയിക്കുന്നതും ചിത്സുഖീയം എന്നതാണ്. ചിത്സുഖീയത്തിന് എന്തുകൊണ്ട് അത്ര പ്രാമാണികത വെച്ചാൽ ആചാര്യ ഭഗവത്പാദരുടെ സഹപാഠിയായിരുന്നു വിഷ്ണു ശർമ്മൻ. വിഷ്ണു ശർമ്മൻ എഴുതിയതാണ് ശങ്കര ദിവ്യ ആദ്യത്തേതായിട്ട് കരുതപ്പെടുന്ന ചിത്സുഖീയം. ചിത്സുഖാചാര്യർ എന്നൊക്കെ അദ്ദേഹത്തെ വിളിക്കാറുണ്ട്. ശരിക്കുള്ള സന്യാസനാമം അങ്ങനെയാണ്, ചിത്സുഖാചാര്യർ എന്നാണ്. അത് ബദരികാശ്രമത്തിലാണ് അദ്ദേഹം അവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഗോകർണം എന്ന ദേശത്തെ അന്ന് കേരള ദേശമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. അത് പരശുരാമൻ ഗോകർണം മുതൽ ശുചീന്ദ്രം വരെയുള്ള ആ കടൽ തീരത്തെ മുഴുവൻ ഒരു നാടായിട്ട് കണ്ടതുകൊണ്ട് ഗോകർണ ദേശത്ത് നിന്നും വേദം പഠിക്കാനായിട്ട് കാലടിയിൽ വന്നു വിഷ്ണു ശർമ്മൻ എന്ന് വിഷ്ണു ശർമ്മൻ തന്നെ ചിത്സുഖീയത്തിൽ എഴുതിയിട്ടുണ്ട്. ചിത്സുഖീയം കാഞ്ചിയിൽ ലഭ്യമാണ്. ശൃംഗേരിയിൽ തീർച്ചയായിട്ടും ഉണ്ടാവും, അവരുടെ ആർക്കൈവ്സിലും ലൈബ്രറിയിലും ഉണ്ടാവും. ആ ചിത്സുഖീയം കിട്ടാവുന്നവരൊക്കെ ഒന്ന് എടുത്ത് വായിച്ചാൽ സംസ്കൃതം അത്യാവശ്യം വശം ഉണ്ടായിരിക്കണം, എന്നാലേ മനസ്സിലാവുള്ളൂ. കാരണം മലയാളത്തിൽ ഇല്ല ആ പ്രിന്റ് ഒന്നും. അതിനകത്തൊക്കെ നമ്മുടെ അങ്ങേക്കൊക്കെ ശ്രമിക്കാവുന്നതാണ് മലയാളത്തിൽ എഴുതാൻ. നല്ല പാണ്ഡിത്യമുള്ളവർക്ക് മാറ്റി എഴുതാലോ.
ഇപ്പൊ ചിത്സുഖാചാര്യരുടെ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട. കാരണം എന്തുകൊണ്ടാണ്? കൂടെ 5 വയസ്സ് മുതൽ വേദപാഠശാലയിൽ വേദം പഠിക്കാൻ വേണ്ടി വന്ന മറ്റൊരു ഉണ്ണിയാണ് ആര്? ശങ്കരാചാര്യകൾ 4 or 5 വയസ്സ് മൂത്ത ആളാണ് ഇദ്ദേഹം, ചിത്സുഖാചാര്യർ. അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്, പല ലക്ഷണങ്ങളെ കൊണ്ടും ഏറ്റവും മേധാവിലാസം ഉണ്ടായിരുന്ന ആളാണ് ശങ്കരാചാര്യർ. ചെറുപ്പത്തിൽ തന്നെ വലിയ അദ്ദേഹത്തെക്കാൾ പ്രായം കൂടിയ ആൾക്കാർ അടുത്ത് ചെന്ന് സംശയങ്ങൾ ചോദിക്കും വിധത്തിലുള്ള അറിവ്, അന്യാദർശമായ ജ്ഞാനവും പാണ്ഡിത്യവും പ്രദർശിപ്പിച്ചിരുന്ന ആളാണ് ശങ്കരാചാര്യർ എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ശങ്കരാചാര്യരുടെ കൂടെ നടന്ന് ഗോവിന്ദ ഭഗവത്പാദരെ കാണാൻ നർമ്മദാ തീരത്ത് പോകുന്ന സമയം വരെയും കൂടെയുണ്ട്. അവിടെ നിന്നാണ് അവർ തിരിഞ്ഞ് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നത്. പക്ഷെ തുടർച്ചയായിട്ട് ഇവിടെ കാലടിയിൽ തിരിച്ചു വരുമ്പോഴും പിന്നെ ഇത് ഇനി പറയാൻ പോകുന്നത് ഒരു പക്ഷെ മറ്റു മഠക്കാർ അംഗീകരിക്കുന്ന കാര്യമല്ല. അത് ഞാൻ പറയാം. ശങ്കരാചാര്യരുടെ സമാധി സ്ഥലം എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ പലരും ഇപ്പൊ കേദാർനാഥിൽ ഇപ്പൊ ഇപ്പം നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോദി ഇത് അൺവെയിൽ ചെയ്തിട്ടുണ്ട്. അതിന് ശൃംഗേരി മഠം വലിയ ഒരു സംഭാവനയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ കാഞ്ചിയിൽ ഇത് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്, നമ്മൾ പഠിച്ചു വന്നത് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാഞ്ചി കാമാക്ഷിയുടെ മുൻപിൽ തന്നെയാണ് ശങ്കരാചാര്യര് സമാധി ആയതെന്നുള്ളതാണ്. അത് ചിത്സുഖാചാര്യർ പറയുന്നുണ്ട്. കാരണം അതായത് കാഞ്ചി ക്ഷേത്രത്തിൽ വന്ന് അവിടെ സമാധിയായി എന്നുള്ളതാണ്. കാഞ്ചിയിലെ പ്രത്യേകത എന്താ വെച്ചാൽ കാഞ്ചി കാമാക്ഷി എന്ന് പറയുന്നത് മഹാപുരുഷർ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്. ശ്രീ ലളിതാംബികയുടെ ധ്യാന ശ്ലോകം സിന്ദൂരാരുണ വിഗ്രഹാം തൃണയനാം എന്നുള്ള ധ്യാന ശ്ലോകത്തിന് പ്രകാരമുള്ള യഥാർത്ഥ ലളിതാംബികയെ കാണണമെങ്കിൽ കാമാക്ഷിയെ കാണണം എന്ന് പറയും. അത്രയും പ്രധാനപ്പെട്ട ഒരു പ്രതിഷ്ഠയാണ് കാഞ്ചിയിലേത്. മാത്രമല്ല നഗരേഷു കാഞ്ചി എന്ന് കാളിദാസ വാക്യമല്ലേ, നഗരേഷു കാഞ്ചി എന്നുണ്ട്. അപ്പോ അന്ന് കാലത്തെ തർക്കത്തിന്റെ പാണ്ഡിത്യത്തിന്റെ ഉരകല്ലായിട്ടും നിലകൊണ്ടിരുന്ന ഒന്നാണ് കാഞ്ചി. കാഞ്ചിയെ പറ്റി പറയുമ്പോൾ അവിടുത്തെ കാക്കകൾ പോലും തർക്കിക്കുന്നു പറയും. അത്രയും പിന്നെ മഹത്തായ പാണ്ഡിത്യമുള്ള പീഠമായിരുന്നു കാഞ്ചി. ആ കാഞ്ചിയില് പണ്ഡിതന്മാര് വന്ന് താമസിക്കുമ്പോൾ രാത്രിയിൽ ഈ ഭഗവതി പുറത്തേക്ക് ഊർവലം എന്ന് പറയും, താനെ പുറത്തേക്ക് എഴുന്നള്ളും. നമ്മുടെ നാട്ടിൽ എതിർപോക്കെന്നൊക്കെ പറയില്ലേ. അപ്പോ കാഞ്ചിയിലെ കാമാക്ഷി പുറത്തേക്ക് ഇറങ്ങി നടക്കുന്ന സമയത്ത് അവിടുത്തെ പണ്ഡിതന്മാർ ഇത് കണ്ടിട്ട് പലരും ബോധം കെട്ട് പോയിട്ടുണ്ട്. അത്ര രുദ്രാണിയായിട്ടാണ്, അത്രയും രൗദ്രമൂർത്തിയായിട്ടാണ് പുറത്തേക്ക് വന്നതാണ്. എന്തുകൊണ്ടെന്നാൽ ദുർവാസാവ് മഹർഷിയാണ് കാഞ്ചിയിലെ കാമാക്ഷിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ആ കാഞ്ചി ക്ഷേത്രത്തിന്റെ തന്ത്രി എന്ന് പറയുന്നത് ദുർവാസാവ് മഹർഷിയാണ്. ഇതിലൊരു സാങ്കത്യമുണ്ട്, ശൈവ വൈഷ്ണവ തർക്കത്തിന്റെ ഒരു സാങ്കത്യം ഇതിൽ കിടക്കുന്നുണ്ട്. ദുർവാസാവ് എക്കാലത്തെയും ഏറ്റവും വലിയ ശൈവാചാര്യനാണ്, ശൈവശാക്ത ആചാര്യനാണ് ആര്? ദുർവാസാവ്. അപ്പൊ അന്ന് കാലത്ത് തർക്കം പിന്നെ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന വൈഷ്ണവർക്ക് ദുർവാസാവിനെ കാണുന്നതേ ചതുർത്ഥിയാണ്. കാരണം പ്രമാണത്തിൽ വെച്ച് തർക്കിച്ചാൽ ദുർവാസാവോട് രക്ഷപ്പെടില്ല. പിന്നെ മറ്റു പല മന്ത്രസിദ്ധി വിഷയം നോക്കിക്കഴിഞ്ഞാൽ തന്നെ രക്ഷപ്പെടില്ല. അപ്പൊ എന്താ ചെയ്യാൻ പറ്റുക? അവരുടെ പ്രമാണമായിട്ടുള്ള പുരാണത്തിൽ കേവലം വിഷ്ണുവിന്റെ ഒരു ഭക്തനോട് ദുർവാസാവ് തോറ്റുപോകുന്ന ഒരു കഥ എഴുതി ചേർക്കുക. നേരത്തെ ഞാൻ പറഞ്ഞു, ഒരാളെ നേരിട്ട് നിന്ദിച്ചാൽ കേസായി. ഞാൻ തമാശയായിട്ട് പറയാറുണ്ട്, ഒരാളെ കൊല്ലണം എന്നുവെച്ചാൽ മന്ത്രവാദം ചെയ്യാൻ നല്ലതെന്ന്. എന്താ വെച്ചാൽ അല്ലെങ്കിൽ കേസായല്ലോ. മന്ത്രവാദം ആവുമ്പോൾ പിന്നെ നമ്മൾ സിനിമയിൽ കാണില്ല, കോഴിമുട്ടിൽ എഴുതിയിട്ട് കൊടുത്താൽ അവനായിട്ട് ചത്തോളും, പിന്നെ അതിന് കേസൊന്നുമില്ല. അതുപോലെ പുരാണങ്ങളിൽ ഒളിപ്പിച്ച് കടത്തുന്ന വൈരം അല്ലെങ്കിൽ ദേഷ്യം അല്ലെങ്കിൽ ദുഷ്ടത അല്ലെങ്കിൽ നിന്ദ എന്നതിന്റെ ഒരു തെളിവുകൂടി പറയുകയാണ് ഞാൻ. ഈ ദുർവാസാവ് എല്ലാ കാലത്തെയും ഏറ്റവും വലിയ ശൈവാചാര്യന്മാരുടെ ഒരാളാണ്. മാത്രവുമല്ല മഹാഭാരതത്തിൽ അനുശാസന പർവത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ യുധിഷ്ഠിരാദികൾക്ക് ഉപദേശം കൊടുക്കണ്ട്. അപ്പോ രാജധർമ്മം എങ്ങനെയായിരിക്കണം, രാജ്യം എങ്ങനെ പാലിക്കണം എന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരനോട് പറയുകയാണ്, യുധിഷ്ഠിര ആ ദുർവാസാവിനെ നോക്കൂ, ദുർവാസാവ് നടക്കുന്ന രുദ്രനാകുന്നു. ദുർവാസ ഈസ് എ വാക്കിംഗ് രുദ്ര, നടക്കുന്ന രുദ്രനാണ്. ദുർവാസാവിനെ നിന്ദിച്ചാൽ കുലം മുടിഞ്ഞു പോയിക്കോളൂ, ദുർവാസാവിനെ വന്ദിച്ചാൽ ധനികനും സന്തുഷ്ടനുമായി തീരും എന്നൊക്കെ ഉള്ള ഉപദേശവാക്യങ്ങൾ അതിലുണ്ട്. ആ പറയുന്ന കൂട്ടത്തിലാണ് ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നത്, ഞാൻ മഹാദേവന്റെ ശിഷ്യനായ നന്ദികേശ്വരന്റെ ശിഷ്യനായ താണ്ഡ്യമഹർഷിയുടെ ശിഷ്യനായ ഉപമന്യുവിൽ നിന്ന് ശിവസഹസ്രനാമം ദീക്ഷ വാങ്ങി ജപിച്ച് സിദ്ധി വരുത്തിയവനാണെന്ന് പറയുന്നത് അനുശാസന പർവത്തിലാണ്. ഇന്ന് നമ്മൾ കേൾക്കുന്ന ഭാഗവതാദി പുരാണ കഥനത്തിൽ ഇത്തരത്തിലുള്ളൊരു കാര്യവും പറയില്ല. അപ്പൊ ഇതിഹാസത്തിന് ഘടകവിരുദ്ധമായ പുരാണ സന്ദർഭങ്ങൾ എഴുതി ചേർക്കുന്നതിനെ തന്നെയാണ് പ്രക്ഷിപ്തമെന്ന് പറയേണ്ടിയിരിക്കുന്നത്. എന്തിനാണ് എഴുതി ചേർക്കുന്നത്? വൈഷ്ണവ ആചാര്യന്മാർക്ക് ഉണ്ടായിരുന്ന പകയെ അവർ നേരിട്ട് പ്രകടിപ്പിച്ചില്ല. പുരാണത്തിൽ വിഷ്ണു പറഞ്ഞതായും അല്ലെങ്കിൽ രാമൻ പറഞ്ഞതായിട്ടും കൃഷ്ണൻ പറഞ്ഞതായിട്ടൊക്കെ പുരാണത്തിൽ എഴുതിയ പിന്നെ തനിക്ക് കോട്ടല്ലാന്ന് കഴിച്ചിലാവല്ലോ. അപ്പൊ അല്പസ്വല്പം സംസ്കൃത ശ്ലോകങ്ങൾ ചമയ്ക്കാൻ കഴിവുള്ള എല്ലാവരും തന്നെ ആ കാലത്ത് പല പ്രക്ഷേപങ്ങളും ഇതിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് അൽഗോപനിഷത്ത് ഒരു ഉപനിഷത്തുണ്ട്.
അള്ളാഹുവിന് ഉപനിഷത്ത്, അത് ചിന്തിക്കാൻ പറ്റുമോ? അള്ളാഹുവിന് വരെ ഉപനിഷത്ത്, അള്ളാഹ് ഉപനിഷത്ത്. മഹമ്മദ പുരാണം, ഭവിഷ്യ പുരാണത്തിൽ എഴുതി ചേർത്തിരിക്കുന്നു. മ്ലേച്ഛനായ ഒരു ആചാര്യൻ വന്നിട്ട് ലോകം കീഴടക്കുന്ന എഴുതി ചേർത്തിരിക്കുന്നു. ഭവിഷ്യ പുരാണമാണല്ലോ, വരാൻ പോകണമാണല്ലോ. എന്താ അത് പറഞ്ഞുകൊണ്ട് ജാക്കിർ നായക്ക് 100 ആളെ മതം മാറ്റുകയാണ്. നിങ്ങളുടെ പുരാണത്തിലും പറഞ്ഞിട്ടുണ്ട് വേണ്ട. അതിൽ മ്ലേച്ഛ ശബ്ദത്തിന് അദ്ദേഹം കൊടുക്കുന്ന അർത്ഥമാണ് ഏറ്റവും രസം. മ്ലേച്ഛൻ എന്ന് പറഞ്ഞാൽ ആര്യാവർത്തത്തിന് പുറത്തുള്ള ആളാണ് അത്രേ. മ്ലേച്ഛൻ എന്ന് പറഞ്ഞാൽ ആര്യാവർത്തത്തിന് പുറത്തുനിന്ന് വരുന്ന ആളെന്ന് അർത്ഥമേ ഉള്ളൂ എന്നാണ്. പക്ഷെ പാണിനി അങ്ങനെയല്ല പറയുന്നത്. പാണിനി പറയുന്നത് അവ്യക്തവാചിയാണ് മ്ലേച്ഛൻ എന്നാണ്. പഴത്തിന് പഴം എന്ന് പറയാ, ഭാര്യയ്ക്ക് ഭാര്യ എന്ന് പറയാ, ദോശയ്ക്ക് ദോഷ എന്ന് പറയാ, ദോഷത്തിന് ദോഷം എന്ന് പറയാ. പിന്നെ വാക്കിന് സ്പഷ്ടതയില്ലാത്ത, വാക്ക് സ്ഫുടമല്ലാത്തവനെയാണ് മ്ലേച്ഛൻ എന്ന് വിളിച്ചിരുന്നത്. ഇന്നും സത്യമല്ലേ അത്? അല്ലാതെ പറയാൻ പറ്റുമോ? ഇപ്പൊ നമുക്കറിയാം, പേര് അഞ്ജന നായർ എന്നുള്ള പേരിൽ കമന്റ് വരും ഫേസ്ബുക്കിൽ. അതിന്റെ എഴുത്ത് കണ്ടാൽ നമുക്കറിയാം അഞ്ജന നായർ അല്ല എന്നുള്ളത്. അതങ്ങനെയാണ്. അപ്പൊ പാണിനിയാണ് ശരിക്കും പറഞ്ഞിരിക്കുന്നത്. ആ പാണിനി ശബ്ദശാസ്ത്രത്തിന്റെ പരമാചാര്യനാണ്. ആ പാണിനി പറഞ്ഞിരിക്കുന്ന മ്ലേച്ഛന്റെ അർത്ഥം അവ്യക്തവാചിയാണെന്നുള്ളത്. അപ്പൊ ഈ അവ്യക്തവാചികളുടെ എല്ലാ നേതാവിനെ പറ്റി അവരെ മ്ലേച്ഛൻ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതിന് ജാക്കിർ നായക്കൊരു അർത്ഥം പറയണമെന്ന് വെച്ചാൽ അയാൾ ഭാരതത്തിന് പുറത്തുനിന്നുള്ള ആളായതുകൊണ്ടാണ് അയാൾ അവിടുന്ന് വന്നിട്ട് ഇവിടം കീഴടക്കും എന്ന്, ഒരു കാലത്ത് ഇവിടം മുഹമ്മദ് നബിയുടെ ശിഷ്യന്മാർ ഭരിക്കും എന്ന് ഭവിഷ്യ പുരാണത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, സംസ്കൃതത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ പുരാണങ്ങളെ അതേപടി വിശ്വസിക്കുന്നവർ അതും വിശ്വസിക്കേണ്ടി വരും. അതുകൊണ്ട് ശങ്കരാചാര്യർക്ക് മുമ്പുണ്ടായിരുന്നൊരു കാലഘട്ടം എന്താണ്? പുരാണങ്ങളിലുള്ള കഥാകഥനത്തിൽ അമിത വിശ്വാസം വരികയും വൈദിക പ്രാമാണ്യം കെട്ടുപോവുകയും ചെയ്തു. 1. 2, ബൗദ്ധധർമ്മത്തിന്റെ ആകർഷണീയതയിൽ അടിപ്പെട്ടിട്ട് ശൂന്യവാദത്തിന് വഴങ്ങി ജനങ്ങൾ. ഈ ശൂന്യവാദം എന്താണ്? ഇപ്പൊ നിർവ്വാണം ഒരു ശബ്ദമാണ് അവർ പൊതുവെ ഉപയോഗിക്കുന്നത്. നിർവ്വാണ ശബ്ദത്തിന് സംസ്കൃതത്തിൽ മറ്റർത്ഥങ്ങളുണ്ടെങ്കിലും ബൗദ്ധ പാലി പ്രാകൃതത്തിൽ അതിന്റെ അർത്ഥം കെട്ടുപോകുന്നതാണ്. കെട്ടുപോകുന്ന ഒന്നിന് ഇംഗ്ലീഷിൽ ഒരു പരിഭാഷ എഴുതുന്നത് എൻലൈറ്റൻമെന്റ് എന്നാണ്. ഇപ്പം നിർവ്വാണം എന്ന് പറഞ്ഞാൽ കെട്ടുപോവാണ്. എന്താ കെട്ടുപോകുന്നത്? പ്രപഞ്ചോപശമം എന്ന നമ്മുടെ വേദാന്തത്തിലെ അർത്ഥത്തെ മറ്റൊരു രീതിയിൽ ബുദ്ധൻ പറഞ്ഞിരിക്കുകയാണ്. പ്രപഞ്ചം എന്നത് കെട്ടുപോകും, അവിടെ ശൂന്യമാവുന്നുമില്ല. പിന്നെ എന്താണ് അൾട്ടിമേറ്റ് ലക്ഷ്യം? എന്താണ്? ഈ ശൂന്യം തന്നെയെല്ലാം അനാത്ത എന്ന് വെച്ചാൽ, അനാത്ത എന്ന് പറഞ്ഞാൽ ആത്മാവില്ലാത്ത അവസ്ഥ, ശൂന്യമായ അവസ്ഥ. ആചാര്യ ഭഗവത്പാദന്റെ സിദ്ധാന്തം എവിടെയാണ് പ്രസക്തമാവുന്നത്? ഒരു മുറി ശൂന്യമാണെന്ന് ഒരാൾ കാണണമെങ്കിൽ ആ ആളവിടെ ഉണ്ടായിരിക്കണം. ഉണ്മയ്ക്ക് മാത്രമേ തിരിച്ചറിയാം. അതായത് റെക്കഗ്നിഷൻ എന്ന് പറയുന്നത്. ഈ റെക്കഗ്നിഷനെ ശരിക്കും സത്യം പറഞ്ഞാൽ ഇതിന്റെ ചെറിയ മാറ്റങ്ങളോട് കൂടിയാണ് അഭിനവഗുപ്താചാര്യൻ ഉപയോഗിച്ചത്. അപ്രത്യഭിജ്ഞ എന്ന് പറയുന്നത് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അഭിനവഗുപ്താചാര്യനും ശങ്കരാചാര്യർക്കും ഒരു അംശാംശീഭാവത്തിൽ വേണമെങ്കിൽ സാമ്യം പറയാം പല കാര്യത്തിലും. പക്ഷെ അഭിനവഗുപ്താചാര്യർക്ക് പോലും എത്തിപ്പെടാൻ പറ്റാത്തൊരു സൈദ്ധാന്തിക സ്പഷ്ടത അല്ലെങ്കിൽ സൗഷ്ഠവം ആചാര്യരുടെ കൃതികൾക്കുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ആത്മാവിന് ഏകത്വമുണ്ട്. എന്ന് വെച്ചാൽ ആത്മാവ് ജന്തുവിന്റെ ശരീരം മാറുന്നതനുസരിച്ചിട്ട് അതിന്റെ രൂപമോ കോട്ടോ മാറ്റം വരുന്നില്ല. അത് ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്ന് നിലനിൽക്കുന്നു, നാളെ മറയുന്നു എന്ന രീതിയിലില്ല. അതുകൊണ്ടാണ് ഗീതയിലെ ശ്ലോകം വളരെ പ്രസിദ്ധമാണ്. ന ജായതേ മ്രിയതേ വാ കഥാചിൻ നായം ഭൂത്വാ ഭവിത വാ നഭൂയ അജോ നിത്യ ശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. ഇതിന് ദ്വൈതി എങ്ങനെയാണ് അർത്ഥം പറയുക? എനിക്ക് വലിയ കൗതുകമാണ്. ന ജായതേ ജനിക്കുന്നില്ല, ന മ്രിയതേ മരിക്കുന്നില്ല, ഇനി ഉണ്ടായിട്ട് മറയുന്നില്ല, മറഞ്ഞിട്ടുണ്ടാവുന്നില്ല. അജ ജനിച്ചതല്ല, നിത്യമാണ്, എല്ലാ കാലത്തും ഉള്ളതാണ്, ശാശ്വതമാണ്, പുരാണനാണ്. അജോ നിത്യ ശാശ്വതോയം പുരാണോ ന ഹന്യതേ. ഇതിനെ കൊല്ലാനും പറ്റില്ല, ശരീരനാശത്തിൽ ഇത് നശിക്കുന്നില്ല. ഇതിനെ ഒരു ദ്വൈതിക്ക് ഒരിക്കലും വ്യാഖ്യാനിക്കാൻ പറ്റാത്ത രീതിയിലാണ് ശങ്കരാചാര്യരല്ല ദേവകീപുത്രനായ കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. ഇതിനപ്പുറം പറയാനില്ലല്ലോ. അതുകൊണ്ടാണ് നാരായണ ശബ്ദത്തോട് തുടങ്ങുന്ന ഭാഷ്യത്തിന്റെ ഉപോദ്ഘാതത്തിൽ ആചാര്യ ഭഗവത്പാദർ പറയുന്നത് ലോകത്തിന് അനുഗ്രഹം കൊടുക്കാൻ വേണ്ടി ഉപദേശിച്ചതാണ് ഈ ഗീത എന്ന്. അപ്പൊ ഈ ലോകത്തിന് അനുഗ്രഹം കൊടുക്കാൻ വേണ്ടി ഉപദേശിച്ച ഗീതാശാസ്ത്രത്തെ, പുരാണത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കേവലം ദേവതാരാധനയിലൂടെ വ്യാഖ്യാനിച്ച അതുവരെയുള്ള ആചാര്യന്മാർക്ക് നല്ലൊരു തിരുത്താണ് അദ്വൈത വേദാന്തത്തിന്റെ സിദ്ധാന്ത സമർത്ഥനം. കാരണം ദ്വൈതമായ എല്ലാ ദ്വൈതശാസ്ത്രങ്ങളും, അതിപ്പോ ഇസ്ലാം, ക്രിസ്ത്യൻ, ബൗദ്ധത്തിൽ ദ്വൈതം എന്ന് പറയാൻ പറ്റില്ല, ശൂന്യം, അല്ലെങ്കിൽ ആ കാലത്തുള്ള പ്രാഭാകര സിദ്ധാന്തക്കാര്, ഇങ്ങനെയുള്ള ഈ ദശശ്ലോകിയിൽ നമ്മൾ പറയുന്ന എല്ലാ സിദ്ധാന്തക്കാരെയും എടുത്താലും ആ സിദ്ധാന്തക്കാരെല്ലാം ഒറ്റ വടിയോട് അടിച്ചു കൊല്ലാൻ പറ്റുന്ന ഒരു വടിയാണ് എന്ത്? അദ്വൈതം. എന്തുകൊണ്ടാണ്? എന്തിനാണ് ദേവതകളെ ആരാധിക്കുന്നത്? ശിവനെ, വിഷ്ണുവിനെ, രാമനെ? ഈ തർക്കത്തിന്റെ പോയിന്റ്, ഹിന്ദുക്കൾ തമ്മിലുള്ള തർക്കത്തിന്റെ പോയിന്റ് എന്താണ്? ഒന്ന്, ഞാൻ ശൈവനാണ്, ഞാൻ ബൗദ്ധനാണ്,
അല്ലെങ്കിൽ ഞാൻ ചാർവാക സംഹിത ലോകായത മതക്കാരനാണ്, ഞാൻ പ്രാഭാകര സിദ്ധാന്തക്കാരനാണ്, അല്ലെങ്കിൽ ഞാൻ സാഖ്യമാണ് എന്റേത്, അല്ലെങ്കിൽ യോഗ സിദ്ധാന്തമാണ് എന്റേത്, ഇങ്ങനെ പല സിദ്ധാന്തങ്ങൾ പറയുന്നവരോട് പറയുകയാണ്, ഈ സിദ്ധാന്തങ്ങളിലെല്ലാം ആകത്തുക എന്താണ്? എല്ലാ സിദ്ധാന്തങ്ങളും ആചരിക്കുന്നത് എന്തിനാണ്? ശിവനെ എന്തിനുപാസിക്കുന്നു, രാമനെ എന്തിനുപാസിക്കുന്നു, കാളിയെ എന്തിനുപാസിക്കുന്നു? ഉപാസിക്കുന്നത് ചിത്തശുദ്ധിക്കാണ്. ഉപാസനയ്ക്ക് ചിത്തശുദ്ധിക്ക് അപ്പുറത്തേക്ക് ഒരു ഘട്ടമേ ഇല്ല. ചിത്തശുദ്ധിക്കായിക്കൊണ്ട് നമുക്ക് ഏതൊക്കെ ദേവതകളെ ആരാധിക്കാം, അതിനുവേണ്ടി ഭഗവാൻ ആദിശങ്കരർ ഷണ്മത സ്ഥാപനം നടത്തി. ആ ഷണ്മത സ്ഥാപനത്തിൽ ശിവൻ, വിഷ്ണു, സൂര്യൻ, ഗണപതി, ഭഗവതി, സ്കന്ദൻ, ഈ 6 ദേവതകളെ വൈദിക ദേവതകളെ കണ്ടിട്ട് ഈ സൗരം, ശാക്തേയം, ശൈവം, ഗാണപത്യം, വൈഷ്ണവം, സ്കാന്തം, അല്ലെങ്കിൽ കൗമാരം, ഈ 6 മതങ്ങളെയും സ്വീകരിക്കാം. എന്തുകൊണ്ട് സ്വീകരിക്കാം? ഇവയെപ്പറ്റിയെല്ലാം വേദത്തിൽ മൂലപ്രമാണങ്ങൾ ഉള്ളത് കൊണ്ട് ഇവയെല്ലാം ഉപാസിക്കാം. എങ്കിൽ ഹിന്ദു മതം തകർന്നു പോകില്ല. കാരണം എന്താണ്? പുതിയ പുതിയ ദേവതകൾ ഉണ്ടായിക്കൊണ്ടിരിക്കില്ല. അപ്പോൾ വേദപ്രാമാണികയുടെ പ്രത്യേകത, വേദം കംപ്ലീറ്റ് ആണ്, നിഗമമാണ്, നിശേഷേണ വന്നതാണ്. ഇനി അതിലൊരു കൂട്ടിച്ചേർക്കൽ ഉണ്ടാവില്ല. അത് തമാശ പറഞ്ഞു കഴിഞ്ഞാൽ ചിലര് പറയും, അവരുടെ സിദ്ധാന്തത്തെ പറ്റി പറയും ഞങ്ങളുടെ ഖുർആൻ ഉണ്ടായതുപോലെ നിലനിൽക്കുന്ന ഗ്രന്ഥമാണെന്ന് പറയാറുണ്ട്. ഞാൻ എപ്പോഴും അവരോട് ചോദിക്കാറുണ്ട്, ഉണ്ടായതുപോലെ സംഗതി നിലനിൽക്കുന്നുവെങ്കിൽ ഒന്നാമതായിട്ട് ഉണ്ടായത് എന്താണ്? ഇക്ര, നീ വായിക്കൂ എന്നാണ്. അത് എത്രാമത്തെ അധ്യായത്തിലാ? അത് 95-ാമത്തെ അധ്യായത്തിലാ. ഉണ്ടായതുപോലെ സാധനം നിലനിൽക്കുന്നെങ്കിൽ ഒന്നാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ വാക്ക് എന്തായിരിക്കണം? ഇക്ര എന്നായിരിക്കണം. അല്ല, അത് ബക്കറ എന്നാണ്. അപ്പോ ഇങ്ങനെ പല സിദ്ധാന്തങ്ങൾക്കും അവർ ക്ലെയിം ചെയ്യുന്നതല്ല അവരുടെ ഗ്രന്ഥങ്ങളിലുള്ളത്. വളരെ യുക്തിഹീനമായ പലതും പല മതഗ്രന്ഥങ്ങളിലും കാണാം. ഉദാഹരണത്തിന് പറഞ്ഞാൽ ബൈബിളിൽ എടുത്താൽ ദൈവം ആദ്യം ആകാശങ്ങളെ, ഭൂമിയെ സൃഷ്ടിച്ചു, ആകാശങ്ങളെ 7 എടുക്കാൻ സൃഷ്ടിച്ചു. 1ഉം 2ഉം ദിവസം കൊണ്ടാണ് ചെയ്തത്. 3-ാമത്തെ ദിവസം വെളിച്ചമുണ്ടാവട്ടെ എന്ന് പറഞ്ഞ സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ചു എന്നാണ്. എന്റെ ചോദ്യം, സംസ്കൃതത്തിൽ ദിനകര ശബ്ദം കൊണ്ട് ദിനത്തെ ഉണ്ടാക്കുന്നവൻ, ദിവസത്തെ ഉണ്ടാക്കുന്നത് ആരാണ്? ഭൗമജീവികൾക്ക് സൂര്യനാണ് ദിവസത്തെ ഉണ്ടാക്കുന്നത്. ഭൗമജീവികളുടെ അനുഭവമാണ് ദിവസം എന്നത്. ആകാശത്ത് എവിടെയോ ഇരിക്കുന്നത് ദൈവത്തിന് ദിവസം എന്നൊരു അനുഭവം പ്രസക്തമല്ല തന്നെ. കാരണം അവിടെ ഒതുക്കുകയോ മറയുകയോ ചെയ്യുന്ന അനുഭവം ഉണ്ടാവുന്നില്ല. അപ്പൊ പിന്നെ 1-ാമത്തെ ദിവസം എങ്ങനെ കണ്ടുപിടിച്ചു? 1-ാം ദിവസം ദൈവം സൃഷ്ടിച്ചു. എന്തിന്റെ 1-ാം ദിവസം? അതിന് തലേന്ന് എന്തായിരുന്നു? ഇങ്ങനെ യുക്തിരഹിതമായ സിദ്ധാന്തങ്ങളെ ഭജിക്കുന്ന ഇന്നത്തെ ഹിന്ദു സമൂഹത്തെ കാണുമ്പോൾ ശങ്കരാചാര്യരെ എന്തുകൊണ്ട് ഇവർ പഠിക്കുന്നില്ല എന്നൊരു ചോദ്യം എല്ലാവരും ചോദിക്കേണ്ടതാണ്. അല്പം ക്ലിഷ്ടമാണ്. കാരണം ഇതിന്റെ ഭാഷ സംസ്കൃതമാണ്, അതും സാധാരണ സംസ്കൃതമല്ല. പദവാക്യ പ്രമാണത്തോടു കൂടിയാണ് ഈ ശാസ്ത്രം ചമച്ചിരിക്കുന്നത്. മാത്രം ഏതെന്താ പദശാസ്ത്രം, വ്യാകരണശാസ്ത്രം, ശബ്ദാംനായം അല്ലെങ്കിൽ വർണ്ണാംനായം, എന്താ പറയാ, ശബ്ദശാസ്ത്രം അല്ലെങ്കിൽ വ്യാകരണശാസ്ത്രം, വാക്യശാസ്ത്രം, ന്യായം, അവിടെ യുക്തി, തർക്കത്തിന്റെ യുക്തി. അപ്പം വ്യാകരണശാസ്ത്രത്തെയും തർക്കശാസ്ത്രത്തെയും സമ്യക്കായി അടിപ്പടയാക്കി വെച്ചുകൊണ്ട് ഒരു സിദ്ധാന്തം ചമച്ച മഹാചാര്യനാണ് ശങ്കരാചാര്യൻ. അതിൽ ശങ്കരാചാര്യരുടെ ബാക്കി കൃതികളൊന്നും അദ്ദേഹത്തിന്റെ അല്ലെന്ന് നിങ്ങൾ പറഞ്ഞോളൂ. സൗന്ദര്യലഹരിയോ വിവേക ചൂടാമണിയോ അല്ലെങ്കിൽ ദൃഗ്ദൃശ്യ വിവേകമോ അല്ലെങ്കിൽ ആത്മബോധമോ ഏത് കൃതിയോ ആചാര്യന്റെ അല്ലെന്ന് പറഞ്ഞാലും പ്രസ്ഥാനത്രയത്തെ നമുക്കങ്ങനെ അതിന്റെ ഭാഷ്യത്തിൽ നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഭാരതത്തിൽ തൊട്ടും കശ്മീർ മുതൽ കന്യാകുമാരി വരെ ഒരേപോലെ പഠിക്കപ്പെടുന്ന ഏക ശാസ്ത്ര ശാഖ ഒരു പക്ഷേ വേദത്തിൽ പോലും വ്യത്യാസമുണ്ട്. വേദത്തിൽ പോലും നമുക്ക് വ്യത്യാസമുണ്ട്. പലതും ശബ്ദങ്ങളുടെ ഉച്ചാരണത്തിലായാലും അല്ലെങ്കിൽ പ്രയോഗത്തിലാണെങ്കിലും വ്യത്യാസമുണ്ട്. യാതൊരു ഭേദവുമില്ലാതെ ഭാരതത്തിൽ മുഴുവൻ ഒരുമിച്ച് നിർത്തുന്ന നാഷണൽ ഇന്റഗ്രിറ്റി എന്ന പദത്തിന്റെ ശബ്ദപ്രമാണം എവിടെയാണ് ഇരിക്കുന്നത്? ഭാഷ്യത്തിലാണ്. അത് തന്നതാരാണ്? ആചാര്യ ഭഗവത്പാദരാണ്. അപ്പം കൈലാസാശ്രമത്തിൽ പഠിക്കപ്പെടുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ കോളേജിൽ നമ്മൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ എവിടെ ഭാരതത്തിൽ എവിടെ നോക്കിയാലും ആചാര്യ ഭഗവത്പാദരുടെ കൃതികൾ എസ്പെഷ്യലി ഭാഷ്യം പഠിക്കുന്നത് ഒരേ മാതൃകയിലാണ്, ഒരു തെറ്റും വ്യത്യാസമില്ലാതെയാണ്. അങ്ങനെ പഠിക്കപ്പെടുന്ന ഒരു കൃതിയിൽ ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഏതെങ്കിലും ഒരു കാലത്ത് ആചാര്യർക്ക് ശേഷമോ ആചാര്യരുടെ കാലഘട്ടത്തിലോ അത് വ്യാകരണ പ്രകാരം തെറ്റാണെന്നോ അല്ലെങ്കിൽ അത് തർക്കശാസ്ത്ര പ്രകാരം തെറ്റാണെന്നോ പറയാൻ സാമർഥ്യം കാണിച്ചിട്ടില്ലെന്നുള്ളത് തന്നെയാണ് ശങ്കരാചാര്യരുടെ ശരിയായ ദിഗ്വിജയം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഒരു തർക്കം ഉണ്ടായി. ഞാൻ അമ്മയുടെ ആശ്രമത്തിൽ പോയപ്പോ അവിടെ ഒരു വളരെ നല്ല പണ്ഡിതനായ ഒരു ബ്രഹ്മചാരി, നന്നായി പഠിക്കുന്ന ആളാണ്. അദ്ദേഹത്തിനോട് പറഞ്ഞു, പിന്നെ രാമകൃഷ്ണ മഠത്തിന്റെ അമേരിക്കയിൽ എവിടെയുള്ള ഒരു മഠത്തിലെ സന്യാസി പറഞ്ഞു ശങ്കരാചാര്യരുടെ സിദ്ധാന്തത്തിൽ കാര്യമായ തെറ്റുണ്ട് എന്ന് പറഞ്ഞു. അപ്പോ ഏത് ഭാഗത്താണ് പറഞ്ഞു വെച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് വലിയ വിഷയമാണ്,
അദ്ദേഹം ഒരു പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ട് അതിനെപ്പറ്റി, ശങ്കരാചാര്യ മിസ്റ്റേക്കിനെ പറ്റിയിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ശരി, എനിക്ക് വലിയ അത്ഭുതമാണത്. കാരണം ഇത് മധ്വാചാര്യർ വിചാരിച്ചിട്ട് കണ്ടില്ല. മധ്വാചാര്യർക്ക് എന്തേ തെറ്റുള്ളൂ? മധ്വാചാര്യർക്ക് അദ്വൈതം അംഗീകരിക്കാൻ വയ്യ, ജീവനും ബ്രഹ്മവും ഒന്നാണെന്ന വാദം അംഗീകരിക്കാൻ വയ്യെന്നേ ഉള്ളൂ. രാമാനുജാചാര്യർക്ക് എന്താ പ്രശ്നം? ജീവനും ബ്രഹ്മവും ഒന്നാണെന്ന് അംഗീകരിക്കാൻ വയ്യ, ജീവോ ബ്രഹ്മൈവ നാപര എന്നുള്ളത് പറയാൻ പറ്റില്ല. അത്രയും ഉറപ്പ്. അല്ലാതെ ആചാര്യന്റെ വ്യാകരണത്തിന് വിഷയം ഉണ്ടെന്നോ, ആചാര്യന്റെ സിദ്ധാന്തത്തിന് താർക്കികമായ അപ്രസക്തി ഉണ്ടെന്നോ, അല്ലെങ്കിൽ അത് തെറ്റാണെന്നോ തെളിയിക്കാൻ ഈ പറഞ്ഞ മഹാചാര്യന്മാർക്ക് പറ്റിയിട്ടില്ല. അപ്പൊ പിന്നെ ഇത് എന്താ പറയുന്നത് വെച്ചു. ഇപ്പൊ ഞാൻ സധൈര്യം പറഞ്ഞു, ഈ ഒരു സിനിമയുണ്ട്, മേരിക്കൊണ്ടൊരു കുഞ്ഞാട് എന്നൊരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചിലപ്പോൾ, മലയാള സിനിമ. അതിൽ ദിലീപ് കുറച്ച് ഭയമുള്ള ആളാണ്, പേടിത്തൊടനാണ്. അപ്പൊ അയാളെ നാട്ടിലെ ഗുണ്ടകളൊക്കെ എപ്പോഴും തട്ടിക്കും. അപ്പോഴാണ് ഇടയ്ക്ക് കാര്യമായിട്ട് നമ്മുടെ ബിജു മേനോൻ അവിടെ വരുന്നത്. നിങ്ങളോട് രസിക്കാൻ വേണ്ടി പറയാട്ടോ, സുബ്രഹ്മണ്യ സാറിനല്ല, മറ്റുള്ളവർക്കാണ്. അപ്പോ അതില് ഇവൻ നല്ല ഘടാഘടിനാണ്, ആര്? ബിജു മേനോൻ. അവൻ ആരെ അടിക്കും. അപ്പൊ എന്ത് പ്രശ്നം ഉണ്ടായാലും ഉടനെ ദിലീപ് പറയും, ഏട്ടൻ വരും. അപ്പൊ മറ്റുള്ളവർക്ക് പേടിയാണ്. ഇതേപോലെ ഞാനും എങ്ങനെയാണ് പല തർക്കത്തിൽ തടി കഴിച്ചിലാക്കുന്ന അറിയോ? നിങ്ങൾക്ക് അതാ പറയാൻ പോണത്. എന്നോട് ഈ വിഷയമൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ശൃംഗേരിയിലേക്ക് വരൂ. കാരണം ശൃംഗേരിയിൽ വന്നിട്ട് അവിടുത്തെ ഭാരതീയ തീർത്ഥ സ്വാമികൾ വേണ്ട. നമ്മൾ പറയല്ലോ, പിന്നെ ഹനുമാന്റെ ആവശ്യമില്ല, അങ്കദനോ അല്ലെങ്കിൽ വേണ്ട, ആ വാനരപ്പടയിൽ ഏറ്റവും ദുർബലനായ ഒരു വാനരനും നിന്നെ കൊല്ലാൻ പറ്റുമടോ രാവണ എന്ന് ഹനുമാൻ പറഞ്ഞല്ലോ. അതുപോലെ ഭാരതീയ തീർത്ഥ മഹാസ്വാമികളോ പുതുപെരിയവരോ ഒന്നും വേണ്ട, അവിടെയുള്ള ഏതെങ്കിലും ഒരു പണ്ഡിതൻ, ഒരു വൈദികൻ മതി. നിങ്ങൾ ആ സ്വാമിയെ വിളിച്ചോളൂ, അദ്ദേഹത്തെ വിളിച്ച് നമുക്ക് വളരെ സ്നേഹാദരങ്ങളോടെ ഈ കാര്യം. കാരണം ശങ്കരാചാര്യത്തെ തെറ്റുപറ്റി പറഞ്ഞാൽ നമുക്കത് ശരിയാവില്ലല്ലോ. കാരണം നമ്മളൊക്കെ ശങ്കര പക്ഷക്കാരാണല്ലോ, അദ്വൈത പക്ഷക്കാരാണല്ലോ. ഇതുപോലെയാണ് ഞാൻ പറയാറുള്ളത്. എന്നോട് ത്രൈതികളും പറയാറുണ്ട്, നിങ്ങളുടെ ശങ്കരാചാര്യർക്ക് വലിയ തെറ്റുപറ്റി, അയാൾ പ്രച്ഛന്ന ബൗദ്ധനാണ്. അത് വലിയ വാദമാണ്. പ്രച്ഛന്ന ബൗദ്ധനാണ്. എന്താ പ്രച്ഛന്ന ബൗദ്ധത്വം കൽപ്പിക്കാൻ കാരണം? ശങ്കരാചാര്യ ഈ മഠങ്ങൾ സൃഷ്ടിച്ചതും ശങ്കരാചാര്യ ശൂന്യവാദത്തിൽ നിന്നാണ് മായാവാദം ഉണ്ടാക്കിയതെന്ന തർക്കവും, ശൂന്യവാദത്തെ കടമെടുത്തിരണം. ഗൗഡപാദാചാര്യർ ബൗദ്ധനായിരുന്നു വരെ സിദ്ധാന്തമുണ്ട്. ഗൗഡപാദ കാരികയുണ്ട്. ഗൗഡപാദാചാര്യർ പിന്നെ പ്രാക്ടീസിങ് ബൗദ്ധനായിരുന്നു എന്ന സിദ്ധാന്തം ഞാൻ വായിച്ചിട്ടുണ്ട്, എഴുതിയത് ത്രൈതവാദികൾ എഴുതിയ സിദ്ധാന്തം. അതിൽ നിന്നാണ് ശങ്കരാചാര്യർ തന്റെ സിദ്ധാന്തം ഉണ്ടാക്കിയെന്ന് വരെ പറയുന്നത്. അദ്വൈത വേദാന്തം എന്നത് ബൗദ്ധ സിദ്ധാന്തത്തിന്റെ ഒരു പരിഷ്കരിച്ച പതിപ്പ് മാത്രമാണെന്നാണ് അവർ പറയുന്നത്. ഇതേ വാദമല്ലേ ദ്വൈതികൾ ഉയർത്തുന്നത്. അതുകൊണ്ടാണ് കൽക്കത്തയിൽ വിവേകാനന്ദ സ്വാമികള് വിദേശത്ത് പോയിട്ട് തിരിച്ചു വന്ന് വിശ്രമിക്കുന്ന കാലത്ത് ശിഷ്യന്മാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു ശിഷ്യൻ ചോദിച്ചു, അങ്ങക്ക് ഇപ്പോഴത്തെ വൈഷ്ണവ മതത്തെ പറ്റി എന്താ അഭിപ്രായം? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് വൈഷ്ണവിസം ടുഡേ? സ്വാമിജി പറഞ്ഞു, ടുഡേസ് വൈഷ്ണവിസം ഇസ് നത്തിങ് ബട്ട് എ കണ്ടിന്യൂവേഷൻ ഓഫ് ബുദ്ധിസം. മൂലമായി ഈ വാദങ്ങളൊക്കെ എവിടുന്ന് വരുന്നതാണ്? അവിടെ തർക്കം ശൈവ വൈഷ്ണവമാണ്. ശങ്കരാചാര്യ ശൈവനായിട്ട് കണക്കാക്കുന്നു. അങ്ങനെ ഒരിടത്തും ശങ്കരാചാര്യ ശൈവനായിട്ടോ ശാക്തേയനായിട്ടോ. ഓ ഞാൻ ചോദിക്കട്ടെ, ഒരാള് ഇന്റർനെറ്റിൽ എഴുതി, ഡിഡ് ശങ്കരാചാര്യ ആക്ച്വലി സേ ഭജഗോവിന്ദം? ഉടനെ താഴെ യെസ് യെസ് ഹി ഡിഡ്, then it is good for him. അതായത് ഭജഗോവിന്ദം ഭജഗോവിന്ദം പറഞ്ഞു എങ്കിൽ നന്നായി എന്ന്. എന്താണ് ആരാണ് ഈ പറയുന്നത്? ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഈ വൈഷ്ണവ, കടുത്ത വൈഷ്ണവ പ്രസ്ഥാനക്കാരാണ്. അപ്പൊ ഇവര് ശിവാനന്ദ ലഹരി വായിച്ചാൽ എന്ത് പറയും? ശിവാനന്ദ ലഹരിയിൽ പറയുന്നത്, തെണ്ടാൻ വേണ്ടി കുരങ്ങനെ കൊണ്ടുപോകുന്ന പോലെ എന്നെ കൊണ്ടുപോകും പരമശിവനാണ്. ഈ വഴിക്കളിക്കാർ പണം ഉണ്ടാക്കാൻ വേണ്ടി കുരങ്ങനെ തെണ്ടിക്കുന്ന പോലെ എന്നെ അങ്ങനെ കുരങ്ങായിട്ട് കൂടെ കൊണ്ടുപോയിക്കൊള്ളുന്നതാണ്. അപ്പം പരമശിവഭക്തനാണ് അവിടെ. ഭജഗോവിന്ദത്തിന് രണ്ട് അർത്ഥമുണ്ട്. അതായത് അദ്ദേഹത്തിന് ഗോവിന്ദപാദാചാര്യരെ പറ്റിയാണെന്ന് ഒരു വാദമാണ്. കാരണം ഗുരുചരണാംബുജ നിർഭര ഭക്ത എന്ന് പറഞ്ഞിരിക്കുന്നതല്ലേ. അപ്പൊ ഗുരുവിനെ പറ്റിയും ഗോവിന്ദനെ പറ്റി, ഗോവിന്ദൻ കുലദേവിയാണല്ലോ. അപ്പൊ ശങ്കരാചാര്യെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു പെട്ടിയിൽ അടയ്ക്കാൻ പറ്റാത്ത ഒരു വലിയ സിദ്ധാന്തമാണിത്. ഈ നിങ്ങൾക്ക് എന്നോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പാതകം എന്ന് വെച്ചാൽ ശങ്കരാചാര്യരെ പറ്റി 1 മണിക്കൂർ കൊണ്ട് പറയാനുള്ളതാണ്. അത് വലിയ ശിക്ഷയാണ് എനിക്കും നിങ്ങൾക്കും. ഇനി ഒന്നാമത്തെ ഞാൻ പറഞ്ഞു, ചിത്സുഖാചാര്യരുടെ പുസ്തകം പറഞ്ഞു. അതിന്റെ പേര് ബൃഹത് ശങ്കര വിജയൻ എന്നാണ്. കാരണം ഈ ചിത്സുഖാചാര്യ വിശ്വശർമ്മൻ 80 വയസ്സ് വരെ ജീവിച്ചിരുന്നു. 80 വയസ്സ് വരെ ജീവിച്ചിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ കാലഘട്ടം ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അതായത് അദ്ദേഹം ദ്വാരകാ പീഠാധീശനായി ബ്രഹ്മസ്വരൂപാചാര്യരുടെ പിൻഗാമിയായിട്ട് വന്നു. 2691 യുധിഷ്ഠിര ശകവർഷം, 2684 കലിയുഗം, 448 BCE. അന്ന് അദ്ദേഹം ആ സമയത്താണ് അദ്ദേഹം ആചാര്യനായത്. 424 BCE അദ്ദേഹം ബ്രാഹ്മി ഭാവം കൈക്കൊണ്ട് മഹാസമാധി പുൽകി 80ാമത്തെ വയസ്സിൽ പൗഷ ശുക്ല തൃതീയയിൽ. അതൊക്കെ എഴുതിയിട്ടുണ്ടല്ലേ. അദ്ദേഹം ഗോകർണക്കാരനാണ്. ശങ്കരാചാര്യ 5 വയസ്സ് പരിചയപ്പെട്ടു.
കാഞ്ചിയിൽ കാമാക്ഷി ക്ഷേത്രത്തിൽ ശങ്കരാചാര്യ സമാധിയാവുന്ന ദിവസം വരെയും ചിത്സുരാചാര്യർ കൂടെയുണ്ട്. സന്തത സഹചാരി എന്ന് പറയാവുന്ന ആളായിരുന്നാ പറയണേ. ഇനി രണ്ടാമത് നമുക്ക് റെഫറൻസ് ഉള്ളത് വളരെ വളരെ ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള റെഫറൻസ് ആണ് ആനന്ദഗിരിയുടെ ശങ്കര വിജയം. എല്ലാവർക്കും അറിയാവുന്നതാണ്. ശൃംഗേരിയിലൊക്കെ വളരെ പ്രാധാന്യത്തോട് പറയപ്പെടുന്നതാണ്. കാരണം സുരേശ്വരാചാര്യരുടെ വാർത്തികകാരനായ സുരേശ്വരാചാര്യർക്ക് ടീക്ക എഴുതിയിട്ടുണ്ട് ആനന്ദഗിരി. അതുപോലെ ആചാര്യ ഭഗവത്പാദരുടെ ഗീതാഭാഷ്യത്തിലും ടീക്ക എഴുതിയിട്ടുണ്ട് ആനന്ദഗിരി. മധുസൂദന സരസ്വതി ഈ ആനന്ദഗിരി ടീക്ക എടുത്തു വെച്ചിട്ടാണ് ബാക്കി ഭാഷ്യം എഴുതിയിട്ടുള്ളത്, വ്യാഖ്യാനം ചെയ്തിട്ടുള്ളത്. അങ്ങനെ പ്രാചീന ശങ്കര വിജയം എന്ന ഗ്രന്ഥത്തിൽ ആനന്ദഗിരി ശങ്കര വിജയത്തിൽ ഇതേ കാര്യങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. വിദ്യാശങ്കരന്റെ ശങ്കര വിജയം, ശങ്കരാനന്ദൻ എന്ന സ്വാമി അദ്ദേഹം ആത്മപുരാണം എന്നൊരു ഗ്രന്ഥം എഴുതി ഉപനിഷത്തുക്കൾക്കും ഗീതയ്ക്കും ബ്രഹ്മസൂത്രത്തിനും ദീപിക എഴുതിയ ആളാണ്. നാലാമത്തത് ഗോവിന്ദനാഥന്റെ ശങ്കര വിജയം, അദ്ദേഹം കേരളീയനാണ്. ഗോവിന്ദനാഥൻ ആചാര്യ ചരിതം അഥവാ കേരളീയ ശങ്കര വിജയം എന്ന ഗ്രന്ഥം എഴുതിയ ആളാണ്. അഞ്ചാമത്തത് ചൂടാമണി ദീക്ഷിതന്റെ ശങ്കര വിജയം, അത് സംസ്കൃത കാവ്യ നാടകാദികളൊക്കെ എഴുതുന്ന മഹാനായിരുന്നു ഈ ചൂടാമണി ദീക്ഷിതൻ. അദ്ദേഹം ശങ്കര അഭ്യുദയം എന്നൊരു ഗ്രന്ഥം എഴുതി. ആറാമത്തത് അനന്താനന്ദഗിരിയുടെ ശങ്കര വിജയം, അത് ഗുരുവിജയം അഥവാ ആചാര്യ വിജയം എന്ന പേര് എഴുതി. ഏഴാമത്തത് വല്ലി സഹായ കവിയുടെ ശങ്കര വിജയം, ശൃംഗേരി മഠത്തോട് ചേർന്ന് കൈങ്കര്യം ചെയ്തിരുന്ന ഒരു പണ്ഡിതനാണ് ഈ വല്ലി സഹായ കവി. അദ്ദേഹം ആചാര്യ ദിഗ്വിജയം എന്നൊരു ഗ്രന്ഥം എഴുതി. പക്ഷെ അതിലൊക്കെ ഈ ഡേറ്റ് മിക്സ്ഡ് ആണ്. ഈ ശൃംഗേരി കൈങ്കര്യം ചെയ്തിരിക്കുന്ന മഹാന്മാരുടെ ഗ്രന്ഥങ്ങളിലെല്ലാം തന്നെയും 1200 കൊല്ലം മുമ്പുണ്ടായിരുന്ന ഒരു ശങ്കരാചാര്യനാണ്. പക്ഷെ കാലടി ക്ഷേത്ര എന്ന് പറഞ്ഞിരിക്കുന്നതൊക്കെ അതാണ് ഏറ്റവും കൺഫ്യൂഷൻ. ഈ ചിദംബര ക്ഷേത്ര എന്ന് പറഞ്ഞിട്ട് കൺഫ്യൂഷൻ. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം 38ാമത്തെ പീഠാധീശ്വരനായിരുന്ന കാഞ്ചിയിലെ അഭിനവ ശങ്കരാചാര്യൻ മനസ്സിലാക്കാം. സദാനന്ദന്റെ ശങ്കര വിജയം, അതും ശൃംഗേരി മഠത്തിന്റെ കൈങ്കര്യത്തിൽ ഉള്ള ഗ്രന്ഥമാണ്. കൈങ്കര്യം ചെയ്തിരുന്ന ആളാണ് അദ്ദേഹം സദാനന്ദൻ. ശങ്കര ദിഗ്വിജയ സാരം എന്നാണ് എന്റെ പേര്. 9ാമത്തെ ഗ്രന്ഥം ചിദ്വിലാസന്റെ ശങ്കര ദിഗ്വിജയമാണ്. ഇതിൽ ആകെ 4ഓ 5ഓ ഗ്രന്ഥങ്ങളെ ഞാൻ നോക്കിയിട്ടുള്ളൂ, കണ്ടിട്ടുള്ളൂ. ബാക്കിയൊന്നും കിട്ടാനില്ല, അറിയില്ല അതിനെ പറ്റിയൊന്നും. ഒക്കെ സംസ്കൃതത്തിലുള്ളതാണ്. ചിലതൊക്കെ ഔട്ട് ഓഫ് പ്രിന്റ് ആണ്, ചിലതിനെ പ്രിന്റ് ഒന്നും മനസ്സിലാവില്ല. സായാണോ രായാണോ ഖായാണോ മനസ്സിലാവില്ല. ചിദ്വിലാസന്റെ ശങ്കര കൈകാര്യം ചെയ്ത മഹാനാണ് ചിദ്വിലാസൻ. അദ്ദേഹത്തിന്റെ ശങ്കര എന്ന ഗ്രന്ഥവും ശങ്കര ദിഗ്വിജയമാണ്. 10ാമത്തേത് ശങ്കര വിജയം, അതാണ് ഇപ്പൊ നമ്മൾ പറയുന്ന മാധവീയ ശങ്കര വിജയം. നമ്മൾ എല്ലാവരും ഓതോറിറ്റേറ്റീവ് ആയിട്ട് ടെക്സ്റ്റ് ആയിട്ട് എടുക്കുന്ന ശൃംഗേരി മഠം വളരെ പ്രാധാന്യം കൊടുക്കുന്ന ശങ്കര വിജയം, മാധവന്റെ സംക്ഷേപ ശങ്കര വിജയം എന്ന് പറയപ്പെടുന്ന മാധവീയ ശങ്കര വിജയമാണ്. ഇതൊന്നും കൂടാതെ കാഞ്ചിയിലെ മഠത്തെ പറ്റിയും കാഞ്ചിയിലെ ഇദ്ദേഹത്തിന്റെ വാസത്തെ പറ്റിയൊക്കെ പരാമർശം ഗൗഡപാദോല്ലാസത്തിലുണ്ട്, ഹരിനിശ്രീയത്തിലുണ്ട്, പതഞ്ജലി വിജയത്തിൽ കാഞ്ചിയെ പറ്റി പ്രത്യേകം പറയുന്നുണ്ട്. കാഞ്ചി മഠത്തെ പറ്റി ബൃഹദ് രാജതരംഗണി പറയുന്നുണ്ട്. ഹയഗ്രീവ വധം, ഹയഗ്രീവന് അസുരൻ ഉണ്ടായിരുന്നല്ലോ, ഹയഗ്രീവ വിഷ്ണുവിന്റെ വിജയത്തെ കാണിക്കുന്ന മണിപ്രഭ, ഗുരുരത്നലിക, സുഷമ വിമർശം തുടങ്ങിയ കൃതികളിലും വിമർശം എന്നതിനെ പറ്റി പിന്നെ ഞാൻ പറയാം. ഈ ഇത്രയും കൃതികളിലും ആദി ശങ്കരന്റെ ജീവിത ചരിത്രം പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതിലെല്ലാം ഈ ചിലതിൽ മാത്രം ചിത്സുഖിയത്തോട് ഒത്തുപോകുന്ന രീതിയിലാണ് പറഞ്ഞത്. ബാക്കി മിക്കതിലും എനിക്ക് തോന്നുന്നു 10ൽ ഒരു 6 1200 വർഷം മുമ്പാണ് ശങ്കരാചാര്യ ജനിച്ചിരിക്കുന്നതാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇത്രയധികം കൺഫ്യൂഷൻ വരുന്നത്. അത് എനിക്ക് തോന്നുന്നത് ഈ അഭിനവ ശങ്കരന്റെയും ആദ്യ ശങ്കരന്റെയും ജീവിതങ്ങൾ പേരിന്റെ സാമ്യം കൊണ്ട് മിക്സ് ചെയ്ത് പോയതാണ്. എത്രയോ വർഷം മുമ്പത്തെ കാര്യമാണത്. പക്ഷെ ഒറ്റ ഒരു കാര്യം സാങ്കേതികത്വം പറയുകയാണെങ്കിൽ, ശൃംഗേരി മഠം പ്രസിദ്ധീകരിക്കുന്ന ആചാര്യന്റെ കുണ്ഡലി എന്ന് പറഞ്ഞാൽ നമ്മുടെ രാശിചക്രം, അതുപോലെ തന്നെ കാഞ്ചിയിലെ രാശിചക്രം എടുത്താലും ആ രണ്ടിനും കാണിക്കുന്ന ആ ഒരു കോൺസ്റ്റലേഷൻ വരണമെങ്കിൽ അത് എന്തായാലും ബുദ്ധന് ശേഷവും കോമൺ ഇയറയ്ക്ക് മുമ്പും ആയിരിക്കാനേ തരമുള്ളൂ. കോമൺ ഇയറയിലാവാൻ യാതൊരു സാധ്യതയും പുനർവസു നക്ഷത്രം അങ്ങനെ കോൺസ്റ്റലേഷൻ ഇല്ല എന്നതാണ് സത്യം. അത് നമ്മുടെ കാഞ്ചി മഹാപരിവ വളരെ സുസ്പഷ്ടമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ സൗന്ദര്യലഹരി വ്യാഖ്യാനത്തിലും ആവർത്തിച്ചിട്ടുണ്ട്. അതിനായിട്ട് പുസ്തകം ഇറക്കിയിട്ടുണ്ട് അവര്. ഇനി സുധന്വ മഹാരാജാവ് എന്ന് പറയുന്ന ഒരു രാജാവ്, അദ്ദേഹം ശങ്കരാചാര്യരുടെ രാജശിഷ്യനായിരുന്നു സുധന്വ മഹാരാജാവ്. സുധന്വ മഹാരാജാവ് നൽകുന്ന താമ്രപത്രാനുശാസനത്തിൽ ശങ്കരാചാര്യരുടെ ജീവിതം ലഘുവായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ദ്വാരകാ പീഠാധീശൻ അതിന് വിമർശനം എഴുതിയിട്ടുണ്ട്. ആ വിമർശനത്തിൽ ഇത് പറയുന്നുണ്ട്. രാജാവ് കൊടുക്കുന്ന താമ്രപത്രത്തിൽ ഇങ്ങനെ കലിവർഷം ഇന്ന കാലത്ത് നന്ദന സംവത്സരത്തിൽ പുനർവസു ജനിച്ചിട്ടുണ്ടെന്ന്. അപ്പൊ അത് കണക്കൂട്ടുമ്പോൾ ശങ്കരാചാര്യ ജന്മതിഥി കാലം വരുന്നത് 509 BCE ആണ്. ഇനി ഇത് ഹിന്ദു ധർമ്മത്തെ ബന്ധപ്പെട്ട കൃതികൾ ഇത്രയും നേരം പറഞ്ഞത്. ഇനി ജിനവിജയം ജൈനരുടെ കൃതിയാണ്. അതിലും ശങ്കരാചാര്യ ജന്മത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മധ്വവിജയത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മണിമഞ്ജരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടേതല്ലാത്ത ബാഹ്യമായ സനാതനധർമ്മ ബാഹ്യമായിട്ടുള്ള കൃതികളാണ്. ഇനി
ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് രണ്ടും മിക്സായി പോവരുത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? ശങ്കരാചാര്യ കാലഘട്ടം എന്ന് പറയുന്നത് ബൗദ്ധധർമ്മത്തെ, പ്രധാനമായും നിങ്ങൾ ഭാഷ്യം പഠിച്ചാല് ബൗദ്ധധർമ്മം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ശൂന്യവാദത്തെയാണ് അത് ശരിക്കും കടന്നാക്രമിക്കുന്നത്. ശൂന്യവാദത്തെ, അല്ലെങ്കിൽ അത് ബൗദ്ധധർമ്മം കൊണ്ടുവരുന്ന ഒരു സിദ്ധാന്ത തലം, അതിനെയാണ് കടന്നാക്രമിക്കുന്നത്. അന്ന് കാലത്ത് മഹാന്മാരായ വൈയാകരണന്മാർ ബൗദ്ധരിലുണ്ട്. ഏറ്റവും തമാശ, ഞാൻ അടുത്ത ദിവസമാണ് ഞാൻ മുമ്പ് വായിച്ചിട്ടുണ്ട്, അടുത്ത ദിവസമാണ് കേട്ടത്. ഈ പാണിനീയം വേണ്ട, കാരണം പാണിനി ശിവഭക്തനായിരുന്നു. അങ്ങനെ ഒരു വാദമുണ്ട്, അങ്ങ് കേട്ടിട്ടുണ്ടോ എനിക്കറിയില്ല, അവിടെ പ്രൊഫസർമാരൊക്കെ ഉണ്ട്. പാണിനിത്തിന് പകരം വേറെ ഉണ്ടാക്കിയിരിക്കുകയാണ്. ബൗദ്ധരുണ്ടാക്കി ഒന്ന്, രണ്ടാമത് വൈഷ്ണവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അവരതേ പഠിക്കുകയുള്ളൂ, അവർ പാണിനിയം പഠിക്കില്ല. മാഹേശ്വര സൂത്രം എന്ന് പറയേണ്ടി വരുമല്ലോ. പണ്ടൊരു അനുഭവം ഞാൻ പറയാണ്, തമാശയായിട്ട് പറയല്ല. എൻ്റെ അമ്മാവൻ ശ്രീരംഗത്ത് പോയി. ശ്രീരംഗം അവിടെ വൈഷ്ണവരുടെ പരമപീഠാണല്ലോ. അന്ന് കാലത്തൊക്കെ എങ്ങനെ വെച്ചാൽ ബ്രാഹ്മണർക്കെല്ലാം വീടിന്റെ ഉമ്മറത്ത് കിടക്കാം, അവിടെ അടക്കില്ല. യാത്രക്കാരായ ബ്രാഹ്മണർക്ക് അവിടെ കിടക്കാം, കുളി കഴിഞ്ഞ് രാവിലെ പോവാം. അപ്പൊ നമുക്കൊക്കെ എന്താണ്, കുളി കഴിഞ്ഞാൽ ഉടനെ എന്താ വേണ്ടത്? വിഭൂതി വേണം. കുളി കഴിഞ്ഞാൽ ഉടനെ വിഭൂതി, അത് കുളിച്ച് കുറിയിടുക എന്നൊരു ശീലമാണല്ലോ. അപ്പൊ ആദ്യത്തെ കുറി എപ്പോഴും എന്തായിരിക്കും? ഭസ്മാവും. അപ്പോ അമ്മാവൻ രാത്രി പോയി കിടന്നു, രാവിലെ എഴുന്നേറ്റു. അപ്പൊ അവിടെ ഒരു അമ്മ്യാര് മുറ്റടിക്കുന്നുണ്ട്, അയ്യങ്കാരാണ് അവിടെ. അപ്പൊ ഇദ്ദേഹം ചോദിച്ചു, വിഭൂതി കിട്ടുമോ എന്ന് ചോദിച്ചു. അവര് ചൂടുകൊണ്ട് ഇങ്ങനെ തട്ടീന്നാ പറയണേ, മനസ്സിലായോ? അപ്പൊ പറയാണ്, ഡേ അങ്ക പോയി അരിശീന്ന് കൂടെ കേൾക്കപ്പെടാതെ അരിശീലെ ശീ ഇരിക്കേന്ന്. അവിടെ വൈഷ്ണവരുടെ അടുത്ത് പോയിട്ട് അരി പോലും ചോദിക്കരുത്, അത് തമിഴിൽ അരിശീന്നാ പറയാം. ശിവന്റെ ശീണ്ട് അവിടെ കിട്ടില്ല. ഹിന്ദുക്കൾ ഇത്രയും കാലം തർക്കിച്ചുകൊണ്ടിരുന്നത് എന്തിനെ പറ്റിയാണ്? അത്തരം വ്യത്യാസങ്ങളെ മുഴുവൻ ഉടച്ചു വാർക്കുന്ന ഒരു സിദ്ധാന്തം ഉണ്ടെങ്കിൽ അത് അദ്വൈത വേദാന്തം മാത്രമാണ്. നാഷണൽ ഇന്റഗ്രിറ്റി മാത്രമല്ല, യൂണിവേഴ്സൽ ഇന്റഗ്രിറ്റിയാണ്. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് നാഷണൽ ഇന്റഗ്രിറ്റി. ആചാര്യ ഭഗവത്പാദ ഫോർട്ട് ആൻഡ് യൂണിവേഴ്സൽ ഇന്റഗ്രിറ്റി. അദ്ദേഹം പുതുതായ ഒരു സിദ്ധാന്തം താല്പര്യം നിർണയിക്കുന്ന വാക്യങ്ങളെ എടുത്തിട്ടാണ് പറഞ്ഞത്. മഹാവാക്യങ്ങൾ എടുത്തത് എളുപ്പമല്ല. വളരെ വിപുലമായ വൈദിക സാഹിത്യത്തിൽ ആകെ മുങ്ങിത്തപ്പിയിട്ട് 4 മഹാവാക്യങ്ങളെ കിട്ടിയുള്ളൂ. പിന്നെ അവിടെ ഇവിടെ പരാമർശിച്ച ചില കാര്യങ്ങൾ. സത്യത്തിൽ ശങ്കരാചാര്യ രക്ഷിച്ചത് ഗീതയാണ്. കാരണം ഗീതയിൽ ഇതെല്ലാം ആറ്റിക്കുറിക്ക് ഓൾറെഡി ആര് പറഞ്ഞു വെച്ചു? വേദവ്യാസൻ, വ്യാസാചാര്യ പറഞ്ഞു വെച്ചു. വ്യാസാചാര്യർ അപ്രകാരം ഗീത രചിച്ചില്ലായിരുന്നെങ്കിൽ ആചാര്യ ഭഗവത്പാദരുടെ ജോലി കുറച്ചുകൂടെ കഠിനമാവുമായിരുന്നു. കാരണം ഗീതയിൽ ഓൾറെഡി എന്തുണ്ട്? സമം സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം, അങ്ങനെ സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം കഴിഞ്ഞല്ലോ. സകല ജീവജാലങ്ങളിലും ഈശ്വരൻ ഒരേപോലെ സമമായി കുടികൊള്ളുന്നു. അതൊരു പക്ഷാണല്ലോ, അദ്വൈത പക്ഷാണ്. പോട്ടെ, രമണ മഹർഷിയോട് ഭഗവാൻ രമണ മഹർഷിയും പുനർവസുകാരനാണ്, പുണർതങ്കാരനാണ്. എന്തൊരു സാങ്കത്യം ഉണ്ട് തോന്നുന്നു പുണർതങ്കാർക്ക് അദ്വൈതത്തോട് ഇത്ര ബന്ധം. അപ്പോ മഹർഷി ഒരു വിദേശി വന്ന ഒരാൾ ഗീത പഠിച്ച ആളാണ്. മഹർഷി അടുത്ത് കുറക്കാലം താമസിച്ചിട്ട് പോകാൻ നേരത്ത് പറഞ്ഞു, ഭഗവാനെ അങ്ങേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗീതാ ശ്ലോകം ഏതാണ്? ഭഗവാൻ പറഞ്ഞു, എനിക്ക് ഇഷ്ടം അനിഷ്ടം എന്നൊന്നുമില്ല. ഇന്നൊരു ഇഷ്ടം മറ്റൊരു അനിഷ്ടം അങ്ങനെയൊന്നുമില്ല. ഇഷ്ടം തിരഞ്ഞെടുത്താൽ അനിഷ്ടം ഉണ്ടെന്നാണ് അർത്ഥം. ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ഇന്നാൾ എന്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരൊന്നും എന്റെ ഫ്രണ്ട് എല്ലാം ആയില്ലേ, അതുകൊണ്ട് എനിക്ക് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ നിർബന്ധിച്ചു, പറഞ്ഞേ തീരു ഭഗവാൻ, എനിക്ക് എപ്പോഴും ആ ശ്ലോകം സ്മരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. ഉടനെ മഹർഷി പറഞ്ഞു, അങ്ങനെ ഉണ്ടെച്ചാൽ ഒരു കാര്യം ചെയ്തോളൂ. അഹം ആത്മാ ഗുഡാകേശ സർവഭൂതാശയ സ്ഥിത അഹം ആദിശ്ച മധ്യഞ്ച ഭൂതാനാം അന്ത ഏവച്ച. ഞാൻ അർജുന, ഇത് 10ാമത്തെ അധ്യായത്തിലാണെന്ന് എന്റെ വിഭൂതി യോഗത്തിലാണ്. വിഭൂതി യോഗത്തിൽ ഭഗവാൻ ഇന്നതിൽ ഞാൻ ഇന്നതാണെന്ന് പറഞ്ഞു തുടങ്ങുന്നതിന് മുൻപേ പറഞ്ഞ ശ്ലോകം അത് 21 എന്തായി? ആദിത്യാനാം അഹം വിഷ്ണു എന്നായി. ചോയ്സ് വരുന്നതിന് മുമ്പ് ചോയ്സ്ലെസ് ആയിരിക്കുന്ന ഭഗവാൻ പറഞ്ഞ ശ്ലോകം, അത് വലിയ പ്രാധാന്യമുണ്ട് ഗീതയിൽ. അതായത് 10ാം അധ്യായത്തിൽ വിഭൂതി യോഗത്തിൽ 21 മുതലുള്ള ശ്ലോകം എന്താണ്? ദ്വാദശാദിത്യന്മാരിൽ ഞാൻ വിഷ്ണു എന്ന ആദിത്യനാണ്, മരങ്ങളിൽ ഞാൻ അശ്വത്ഥാണ്, വേദത്തിൽ ഞാൻ സാമവേദാണ്, ഋഷിമാരിൽ ഞാൻ ഭൃഗുവാണ്. ഇങ്ങനെ ഓരോന്ന് ചൂസ് ചെയ്യണം. അല്ലെങ്കിൽ രുദ്രന്മാരിൽ ഞാൻ ശങ്കരൻ എന്ന രുദ്രനാണ്. ഇതും വലിയ പ്രശ്നമാട്ടോ. ഞാന് ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് ഒരു പുസ്തകമുണ്ട്. അത് നമ്മുടെ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കപ്പെട്ട ഹരേ കൃഷ്ണ പുസ്തകക്കാരുടെ ഇസ്കോൺകാരുടെ പുസ്തകമാണ്. ആ പുസ്തകത്തില് ഈ ശ്ലോകത്തിന്റെ അർത്ഥം ഞാൻ ആദ്യം പരതി. ഇത് അറിയണമല്ലോ നമുക്ക്. ഒരു പുസ്തകം കിട്ടിയ എന്താ ആദ്യം വരുന്നത്? അപ്പൊ ഈ ശ്ലോകം ഗീതയിൽ കൃഷ്ണൻ പറയുന്നു,
11 രുദ്രന്മാരിൽ, ബഹുവചനത്തിലാണ്, രുദ്രാണാം ശങ്കരോസ്മി എന്നാണ്, രുദ്രന്മാരിൽ ഞാൻ ശങ്കരനാണെന്നാണ്. ഞാനത് നോക്കുന്നതിന്റെ അർത്ഥമാണ് ഐ ആം ശിവ, വേറൊന്നുമില്ല. അപ്പോ സദാശിവൻ എന്നത് അചിന്യമാണ്, അവ്യക്തമാണ്, അതീതമാണ്. ആ അതീതമായ സദാശിവൻ ലോകത്തെ ഭരിക്കുന്നത് 11 രുദ്രന്മാരെ വെച്ചിട്ടാണ്. ആ 11 രുദ്രന്മാരിൽ ഒരു രുദ്രന്റെ പേരാണ് ശങ്കരൻ എന്ന രുദ്രൻ. ഹനുമാനെയും ശങ്കരന്റെ അവതാരമായിട്ട് ശങ്കര സുവന കേസരി നന്ദൻ എന്ന് പറയുള്ളൂ. ആ ശങ്കരൻ എന്ന രുദ്രൻ ഞാനാണെന്നാണ് ആര് പറയുന്നത്? ശ്രീകൃഷ്ണൻ പറയണത്. അപ്പൊ ഞാൻ അതിന്റെ അർത്ഥം ആസിറ്റീസിൽ നോക്കിയപ്പോ അതിൽ കാണുന്നത് ഐ ആം ശിവ എമംഗ് ത്രിമൂർത്തീസ്. രുദ്രാണ എന്ന് പറഞ്ഞത് ഇവിടെ എത്തിയപ്പോ ത്രിമൂർത്തി എന്നായി. ഇതാണ് കുടിലത. ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ തന്റെ കപാലകൽപ്പിതമോ കപോലകൽപ്പിതമായ കാര്യത്തെ പ്രക്ഷേപം ചെയ്യുന്നതിനെയാണ് കുടിലത എന്ന് പറയുന്നത്. ആ കുടിലത ഇത്തരം ഗ്രന്ഥങ്ങളിലുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരോടും പറയുന്നത് ശാങ്കര ഭാഷ്യമേ ഗീതയ്ക്ക് ഏറ്റവും സുഷ്ഠുവായ ഒരു ഭാഷ്യമുള്ളൂ. ബാക്കി എല്ലാറ്റിലും പക്ഷം പിടുത്തുണ്ട്. അങ്ങോട്ട് ചായ്വ്, ഇങ്ങോട്ട് ശൈവ ചായ്വ്, ശാക്തേയ ചായ്വ്, അല്ലെങ്കിൽ വൈഷ്ണവ ചായ്വ് എല്ലാം ഉണ്ട്. ഇതിലൊരു ചായവുമില്ല. ഗീതാഭാഷ്യമാവട്ടെ, ഉപനിഷത് ഭാഷ്യമാവട്ടെ, ബ്രഹ്മസൂത്ര ഭാഷ്യമാവട്ടെ, ഒരു ഇടത്തോട്ടും ചെരിയുകയോ തിരിയുകയോ നെപ്പട്ടിസമോ ലോപ്സൈഡഡ് വ്യൂവോ ഒന്നുമില്ലാത്ത ഒരേ ഒരു ഭാഷ്യം എഴുതിയത് ആചാര്യ ഭഗവത്പാദരാണ്. ഇത് ആർക്കും സമ്മതിച്ചേ പറ്റൂ. ഇവിടെ അഹം ആദിശ്യ മധ്യഞ്ച ഭൂതാനാ അന്ത ഏവച എന്ന് പറഞ്ഞു. ഇപ്പൊ ഈ ശ്ലോകം ഞാൻ പേജാവറിലെ സ്വാമിയോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, പേജാവർ മഠത്തിലെ മധ്വാചാര്യരുടെ. അതിനൊരു കാരണമുണ്ട്. ഇപ്പൊ നമ്മളെല്ലാം ഏറ്റവും ബഹുമാനിക്കുന്ന അപ്പയ്യ ദീക്ഷിതര് ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്, മാധ്വമുഖ മർദ്ദനം എന്റെ പേര്. അത് അങ്ങ് കണ്ടാവും. അതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ദ്വൈത സിദ്ധാന്തം നിൽക്കാൻ പറ്റില്ല. കാരണം ഒരു പക്ഷേ ശങ്കരാചാര്യോളം തന്നെയും മനീഷാ വിലാസം ഉണ്ടായിരുന്ന ആളാണ് അപ്പയ്യ ദീക്ഷിതർ. യാതൊരു അംശവുമില്ല. അദ്ദേഹം ഉമ്മത്തിന്റെ കായ കഴിച്ചിട്ടാണ് പിന്നെ ശിവനെ പറ്റിയിട്ട് ആത്മാർപ്പണ സ്തുതി എഴുതിയത്. അതായത് തനിക്ക് എത്രത്തോളം ശിവഭക്തി ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഉമ്മത്തിന്റെ കായ അരച്ചു കഴിച്ചു. ശിഷ്യന്മാരോട് പറഞ്ഞു, ഈ പ്രാന്ത് പഠിക്കുമ്പോ ഞാൻ എന്താ പറയാന്ന് എഴുതിയിരിക്കാൻ പറഞ്ഞു. അങ്ങനെ പ്രാന്ത് സൗഷ്ഠവമാവട്ടെ, അതിന്റെ ശബ്ദ സൗകുമാര്യമാവട്ടെ, അതിന്റെ ശിവഭക്തി ആവട്ടെ അന്യാദൃശ്യമാണ്. അപ്പൊ അവരൊക്കെ വട്ടുപിടിച്ചാലും എഴുതുന്നവരാ, നമ്മൾ എഴുതി വട്ടുപിടിപ്പിക്കുകയാണ്. അപ്പൊ ഞാൻ ഈ പുസ്തകം കൊണ്ടെത്തുന്ന ബ്രഹ്മചാരിയാണ്, ബ്രഹ്മചാരിയാണ്, ഒരു ഇസ്കോൺകാരനാണ്. ഞാൻ അയാളോട് പറഞ്ഞു, ഇതിലൊരു എസിന്റെ കുറവേ ഉള്ളൂ, അവർക്ക് തിരിച്ചു കൊടുത്തു. ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് ഒരു എസിന്റെ കുറവുണ്ട്, എവിടെ നിങ്ങൾ കണ്ടുപിടിച്ചോളൂ പറഞ്ഞു കൊടുത്തു. നിങ്ങൾക്ക് മനസ്സിൽ ഇപ്പൊ കൂട്ടിച്ചേർക്കാം. കാരണം എന്താണ്? സുസ്പഷ്ടമായി വ്യാസാചാര്യർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ചിന്തിക്കാത്ത വണ്ണം വളച്ചൊടിച്ചെഴുതുക. ഇത് ശങ്കരാചാര്യത്തിൽ ഒരു ആക്ഷേപമുണ്ട്. ആ എന്താണ് ആക്ഷേപം? ബ്രാഹ്മണ ക്ഷത്രിയ വിശാം ശൂദ്രാണാഞ്ച പരന്തപ എന്നുള്ള 16-ാം അധ്യായത്തിലെ ശ്ലോകത്തിൽ ആചാര്യൻ ശൂദ്രനെ മാറ്റി പറഞ്ഞിരിക്കുന്നത് അവൻ ഏകജാതി ആയതുകൊണ്ടാണെന്ന് എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ്. ആ ഒരു വിമർശനം ആചാര്യരെ പറ്റിയുണ്ട്. അത് ആചാര്യർ ആ കാലത്ത് ജീവൻ മുക്തനായിരുന്നില്ല എന്നൊക്കെ പല സിദ്ധാന്തക്കാരും പറഞ്ഞുണ്ടാക്കുന്നുണ്ട്. അദ്ദേഹം അവതാരമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശങ്കരാചാര്യ ഭാരതത്തെ ഒന്നിപ്പിച്ചത് യാതൊരു പക്ഷവും പിടിക്കാത്ത വ്യാകരണ സിദ്ധാന്തത്തെ അടിപ്പടയാക്കി, തർക്കത്തെ അടിപ്പടയാക്കി എഴുതിയ ഭാഷ്യം കൊണ്ടാണ്. 1. 2, കിഴക്ക് ദിക്കിൽ ജഗന്നാഥപുരി, അവിടെ പത്മപാദാചാര്യരെ പ്രഥമാചാര്യനാക്കി വെച്ചു. അവിടെ കൊടുക്കുന്ന സന്യാസത്തിന് വന ആരണ്യ സന്യാസ നാമം കൊടുത്തു. അവിടുത്തെ ബ്രഹ്മചാരികൾക്ക് പ്രകാശ ശബ്ദത്തോട് കൂടിയിട്ട് ബ്രഹ്മചര്യം കൊടുത്തു. അവിടെ ഋഗ്വേദം മൂല അമ്നായമായിട്ട് പഠിപ്പിക്കുന്നു. അവിടെ പ്രജ്ഞാനം ബ്രഹ്മ എന്ന മഹാവാക്യത്തെ ഉപാസ്യമായിട്ട് വെച്ചിരിക്കുന്നു. അത് ഐതരേയ ഉപനിഷത്തിലുള്ളതാണ്, ഋഗ്വേദത്തിലെയാണ്. ഇത് ഗോവർദ്ധന മഠം എന്നും അറിയപ്പെടുന്നു. അതുപോലെ അവർക്ക് തീർത്ഥം, ഇത് എല്ലാം ആചാര്യം എന്തൊക്കെ ചെയ്യേണ്ടവരോ, ഒരു മഹാവാക്യം, സന്യാസ നാമം, അതുപോലെ ബ്രഹ്മചാരിയുടെ നാമം, ഏത് വേദം പഠിക്കപ്പെടണം, ഏത് മഹാവാക്യം ഉപാസിക്കണം. അവിടെ പ്രജ്ഞാനം ബ്രഹ്മ എന്ന മഹാവാക്യമാണ്. അവിടെ ഒരു തീർത്ഥവും വെച്ചിരിക്കും. ആ കിഴക്കുള്ള ജഗന്നാഥപുരിയിലെ തീർത്ഥം മഹോദധിയായിട്ടുള്ള ബേ ഓഫ് ബംഗാൾ ആണ്. ബംഗാൾ ഉൾക്കടൽ തന്നെയാണ്. അവിടെ ജഗന്നാഥ വിഷ്ണുവിനെയാണ് അവർ ആരാധിക്കുന്നത്. അതിന്റെ ശക്തി വിമല എന്ന ദേവിയാണ് ഉപാസിക്കുന്നത്. ശൃംഗേരി, തെക്ക് ശൃംഗേരിയില് തെക്കോട്ടുള്ള എല്ലാവർക്കും സന്യാസം കൊടുക്കാൻ അധികാരമുള്ളതും തെക്കുള്ള ആമ്നായം, അതായത് ശൃംഗേരി ശാരദാപീഠം ദക്ഷിണാമ്നായ പീഠമാണ് അറിയപ്പെടുന്നത്. അതായത് ഈ ദക്ഷിണേന്ത്യയിലെ വേദപീഠമായിട്ടാണ് ശൃംഗേരിയിലെ ശാരദാപീഠം അറിയപ്പെടുന്നത്. അവിടെ സുരേശ്വരാചാര്യരാണ് പ്രഥമാചാര്യരായിട്ടിരുന്നത്. സരസ്വതി, ഭാരതി, പുരി, ഈ 3 നാമത്തിലുള്ള സന്യാസം ഇതിനടിയിൽ വരും. നമ്മുടെ നാട്ടിൽ മാത്രം ഒരാൾ ഇവിടെ ചിന്നാനന്ദ സരസ്വതി ശിഷ്യനായിട്ട് വന്നിട്ട് പിന്നെ എവിടെയോ പോയിട്ട് ഗിരിയൊക്കെ ആയിട്ടുണ്ട്. അത് ഇവിടെ മാത്രമേ സാധിക്കുള്ളൂ, വേറെ എവിടെയും സാധിക്കില്ല. അത് വേറെ പൊളിറ്റിക്കൽ വിഷയമാണ്, പറയുന്നില്ല. ശരി. അപ്പോ
കലിയുഗ സന്യാസത്തിൽ അങ്ങനെ പലതും ഉണ്ട്. ഉദരനിമിത്തം എന്ന് പറഞ്ഞിട്ടുള്ളൂ, ആചാര്യരെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല കലിയുഗത്തിൽ അങ്ങനെ പല കാഴ്ചയും കാണാം. ഈ തെക്കുള്ള ബ്രഹ്മചാരികളെ ചൈതന്യ ചേർത്ത് വിളിക്കും. യജുർവേദമാണ് തെക്ക് മുഖ്യമായി വെച്ചിരിക്കുന്ന. അഹം ബ്രഹ്മാസ്മി മഹാവാക്യമാണ്. അത് ബൃഹദാരണ്യ ഉപനിഷത്തിലാണ്, ശുക്ല യജുർവേദത്തിലുള്ളതാണ് ഉപനിഷത്ത്. ഈ മഠത്തെ ശാരദാമഠം എന്നറിയപ്പെടുന്നു. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ആരും കണ്ടിട്ടില്ലെങ്കിൽ വെള്ളിയാഴ്ച ശൃംഗേരി പോയി കഴിഞ്ഞാൽ ഈ ഭാരതി തീർത്ഥ മഹാസ്വാമികളോ അല്ലെങ്കിൽ പുതു പെരിയവരോ പൂജ ചെയ്യുന്നു കാണണം. വേറെ ഒന്നും വേണ്ട, അവരുടെ പ്രഭാഷണം ഒന്നും നിങ്ങൾ കേൾക്കണ്ട. ഈ ശൃംഗേരിയിലെ ആചാര്യന്മാര് ശാരദാംബാൾ, ചന്ദ്രമൗലീശ്വരൻ, ഈ ഗണപതി ഇവരൊക്കെ പൂജ ചെയ്യുന്നത് കണ്ടാൽ തന്നെ അത്ഭുതം തോന്നും. മനുഷ്യ സാധ്യമല്ലാതെ ഒരു പുഷ്പം എടുത്ത് ഇങ്ങനെ എടുത്തിട്ട് കൃത്യമായിട്ട് അത് ഏതോ ദേവതകൾ വഹിച്ചു കൊണ്ടുപോയിട്ട് ശാരദാംബാളുടെ പാദത്തിൽ വയ്ക്കുകയാണ്. അത്രയും ശ്രദ്ധയും ഏകാഗ്രതയും പൂർണ്ണ സമർപ്പണവും ഞാൻ വേറെ എവിടെയും പൂജയിൽ കണ്ടിട്ടില്ല. പൂജ സത്യം പറഞ്ഞാൽ ഒരു കാമ്യകർമ്മമാണ്. ഒരു ശങ്കരാചാര്യർ ചെയ്യുന്നത് പരോപകാരാർത്ഥമാണ്, അവനവന് വേണ്ടിയിട്ടല്ല. എങ്കിലും ആ ചെയ്യുന്നതിലുള്ള പരമശ്രദ്ധ, ചന്ദ്രമൗലീശ്വരന് ചെയ്യുന്ന അഭിഷേകം കാണുമ്പോൾ മനസ്സ് കുളിർക്കും. എന്ത് ഭവദുഃഖമുള്ളവനും ആ പൂജ ഒരിക്കൽ ശൃംഗേരിയിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ അവന്റെ ദുഃഖം അകന്നു പോകും. അത്ര മഹാപാരമ്പര്യമുള്ള മഹാചാര്യന്മാരാണ് ശൃംഗേരിയിലെ ആചാര്യന്മാര്. ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഏറ്റവും വലിയ ഗാഡാണ്. നമ്മൾ എവിടെയെങ്കിലും സൈദ്ധാന്തികമായിട്ട് തോക്കുന്ന കണ്ട ഉടനെ നമ്മളെന്ന് പറയും ശൃംഗേരിയിൽ പോയിട്ട് തർക്കിക്കാൻ പറയും. കാരണം ശൃംഗേരിയിൽ തർക്കിച്ച് പുറത്തു വരിക അസാധ്യമാണെന്ന് തന്നെയാണ് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത്. കാരണം അത്രയും മഹാപണ്ഡിതന്മാരാണ് അവിടുത്തെ ആചാര്യന്മാര്. അവിടെ ചന്ദ്രമൗലീശ്വരൻ എന്ന പേരിലാണ് ശിവനെ ആരാധിക്കുന്നത്. അവിടെ ശിവനാണ് പ്രധാന ദേവത. തുംഗഭദ്ര എന്ന നദി ആണ് തീർത്ഥം. അവിടുത്തെ ശക്തി നമുക്കറിയാം. ഇവിടെ ഉപാസിക്കപ്പെടുന്ന ശാരദാംബാൾ തന്നെയാണ്. ഇനി ഇതിലൊരു കാര്യം പറയാം. ശ്രീരാമകൃഷ്ണ പരമഹംസർക്ക് തോതാപുരി ആണല്ലോ സന്യാസം കൊടുത്തത്. ആ തോതാപുരിയും 100% ദക്ഷിണാംനായ പീഠത്തിൽ തന്നെയായിരിക്കും, അല്ലെങ്കിൽ ദാക്ഷിണാത്യനായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ പുരി എന്ന ശബ്ദം പേരിൽ വരില്ല. ഇനിയുള്ളത് പടിഞ്ഞാറ് ഭാഗത്ത് ദ്വാരകയാണ്. ദ്വാരകയിൽ ഹസ്താമലകാചാര്യനാണ് ആചാര്യൻ, പ്രഥമാചാര്യൻ. തീർത്ഥ, ആശ്രമ എന്നീ സന്യാസനാമങ്ങൾ ദ്വാരകയിൽ. ബ്രഹ്മചാരികൾക്ക് സ്വരൂപ നാമം. സാമവേദം മുഖ്യമാണ്. തത്വമസി മഹാവാക്യം ചാന്തോക്യത്തിലെ തത്വമസി ശ്വേതകേതോ എന്നുള്ള വികാരോ നാമധേയം വൃത്തികേറ്റിയ വസ് പറയുമ്പോൾ പറയേണ്ടത് സമയമില്ല, അതാണ് എല്ലാം ഓടിച്ചു പറയുന്നത്. എഴുതി വെച്ച് നന്നായല്ല, ഞാൻ എന്തെങ്കിലും പറഞ്ഞ് അവസാനിപ്പിച്ചേനെ. സാമവേദത്തിലെ ചാന്തോക്യത്തിലെ തത്വമസി മഹാവാക്യമാണ് അവിടെ. ആ മഠത്തിന്, ദ്വാരകാ മഠത്തിന് ഒരു പ്രത്യേകത, അത് കാളികാ മഠം എന്നുകൂടി അറിയപ്പെടുന്നത്. കാരണം അവിടുത്തെ പ്രധാന ശക്തി കാളികയാണ്. ഇവിടെ നമുക്ക് ശൃംഗേരിയിൽ ശാരദാ മഠം എന്ന് പറയുന്ന പോലെ അവിടെ കാളികയാണ് പ്രധാന ശക്തി. ഗോമതി നദിയാണ് തീർത്ഥം. ശിവൻ, സിദ്ധേശ്വരൻ എന്ന പേരിൽ അവിടെ ശിവനെ ആരാധിക്കുന്നു. അവിടുത്തെ ശക്തി ഭദ്രകാളിയാണ്. ജ്യോതിർധാമം ഉത്തരഭാരതത്തില് ജോഷി മഠം എന്ന് പറയും. ഹിമാലയത്തിലെ ബദ്രിനാഥിലും താഴെ ഒരു 30-35 കിലോമീറ്റർ താഴേക്ക് വന്നാൽ അവിടെയാണ് ജോഷി മഠം, ജ്യോതിർമഠം. ഹിമാലയത്തില് അതിന്റെ പ്രഥമാചാര്യൻ തോടകാചാര്യനാണ്. അവിടെ ഗിരി പർവ്വത സാഗര എന്ന പേര് സന്യാസം കൊടുക്കുന്നത്. ദശനാമി ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടുത്തെ ബ്രഹ്മചാരികൾ ആനന്ദ ശബ്ദത്തോടുകൂടെ അറിയപ്പെടുന്നു. അഥർവവേദമാണ്, കണ്ടോ, അതിന്റെ ഉൾട്ടയാണ്. അഥർവവേദത്തെയാണ് അവിടെ ഹിമാലയത്തിലെ മഠത്തില് പ്രധാനമായിട്ട് ആചാര്യർ വെച്ചിരിക്കുന്നത്. അയമാത്മാ ബ്രഹ്മ എന്ന മഹാവാക്യം അവിടെ വെച്ചിരിക്കുകയാണ്. അളകനന്ദ നദിയാണ് തീർത്ഥം. ജ്യോതിർമഠമാണത്. അവിടെ മഹാവിഷ്ണുവും പൂർണ്ണഗിരി എന്ന രണ്ട്, മഹാവിഷ്ണുവിന്റെ ശക്തിയായിട്ട് പൂർണ്ണഗിരി, ഇങ്ങനെ രണ്ട് ശക്തികളിൽ ഉപാസിക്കുന്നത്. ഇത്രയും പറഞ്ഞു. അപ്പൊ പിന്നെ കാഞ്ചിക്ക് എന്താ സ്ഥാനം എന്ന ചോദ്യത്തിൽ അവസാനിപ്പിക്കാം. ചിലരും അതാണ് ഏറ്റവും ഒരു പ്രശ്നം. ഇപ്പൊ മഠാമ്നായത്തിൽ കാഞ്ചിയെ പറയുന്നില്ല എന്നുള്ളത് കൊണ്ട് പലരും കാഞ്ചിയെ നിന്ദിക്കുന്ന വക്കു വരെ എത്തിയത് ഞാൻ ഒരുപാട് കേട്ടിരുന്നത്. നമുക്ക് സംബന്ധിച്ച് നമ്മളെ മൂലാംനായ മഠം എന്നറിയപ്പെടുന്ന മഠമായതുകൊണ്ട് കേൾക്കുമ്പോൾ വിഷമമുണ്ട്. സത്യത്തിൽ കാഞ്ചിയെ പറ്റി പറയുന്നത് ശിവരഹസ്യം എന്ന പഴയ കൃതി, ശിവരഹസ്യത്തിൽ കാഞ്ചിയെ പറ്റി പറയുന്നുണ്ട്. കാഞ്ചി മറ്റു മഠങ്ങളെ പോലെ, മറ്റു മഠങ്ങളെല്ലാം ശിഷ്യർക്കായിക്കൊണ്ട്, ഇത് പ്യുവർലി കാഞ്ചി വ്യൂ ആണ്. ഇറ്റ് ഈസ് നോട്ട് അക്സെപ്റ്റഡ് ബൈ അതേഴ്സ്. ഞാനിത് ഈ വാദം പറയാതെ ഇവിടുന്ന് പോകാൻ എന്റെ ആചാര്യന്മാരോട് ഞാൻ ചെയ്യുന്ന നിന്റെ ആയിപ്പോ. കാഞ്ചി മഹാപെരിയവർ പറഞ്ഞിരിക്കുന്ന ഇതാണ്. കാഞ്ചി എന്ന് പറയുന്നത് ആചാര്യരുടെ സ്വമഠമാണ്, സ്വന്തം മഠമാണ്. അതുകൊണ്ട് ഇതിനെ ശ്രീമഠമെന്നും മൂലാംനായ മഠമെന്നും വിളിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ 4 വേദങ്ങളുടെയും പ്രാധാന്യത്തെ വിളിച്ചോതുകയും ശ്രീവിദ്യാ സമ്പ്രദായത്തിന്റെ പരമ്പരയെ അങ്ങേയറ്റത്തെ ബഹുമാനിക്കാനും, ദുർവാസാവ് അവിടെ ശ്രീവിദ്യ പീഠമായിട്ടാണ് അവിടെ കാഞ്ചി കാമാക്ഷി വെച്ചിരിക്കുന്നത്. ആ കാമാക്ഷിയുടെ രൗദ്രഭാവം പോക്കാൻ വേണ്ടിയിട്ട് മുമ്പിൽ ഒരു കോഷ്ടം, ആ കോഷ്ടത്തിൽ ശങ്കരാചാര്യ ശ്രീചക്രം വരച്ചു എന്നും ആ വിശ്വാസം. കാഞ്ചി കാമാക്ഷിയുടെ തൊട്ട് മുമ്പിലിരിക്കുന്ന കോഷ്ടത്തിൽ ശ്രീചക്രം വരച്ചത് സാക്ഷാൽ ആചാര്യ ഭഗവത്പാദർ തന്നെയാണെന്നാണ് വിശ്വാസം. ഇത് ശിവരഹസ്യത്തിൽ കാഞ്ചിയുടെ മഠത്തെ പറ്റി പറയുന്നുണ്ട്. ഈ 5ാമത്തെ മഠം എന്ന് പറയുന്നത് ആചാര്യ സമാധിക്കായി തിരഞ്ഞെടുത്ത സ്ഥാനമായിട്ടാണ് ഇപ്പോഴും കാഞ്ചി മഠം മാത്രം എക്സ്ക്ലൂസീവ്ലി പറയുന്നത്. മറ്റു മഠങ്ങളൊന്നും ഇത് അംഗീകരിക്കുന്നില്ല ഉള്ളത് പറയട്ടെ. മാർക്കണ്ഡേയ സംഹിതയിലും കാഞ്ചിയെ പറ്റി പറയുന്നുണ്ട്. ആനന്ദഗിരിയുടെ, നേരത്തെ പറഞ്ഞല്ലോ, ആനന്ദഗിരിയുടെ ശങ്കര വിജയത്തിലും കാഞ്ചിയെ പറ്റി, കാഞ്ചിയുടെ മഹാത്മ്യത്തെ പറ്റി പറയുന്നുണ്ട്. ശങ്കരാഭ്യുദയത്തിൽ
പതഞ്ജലി വിജയത്തിൽ ഇതൊക്കെ കാഞ്ചിയെ പറ്റിയും കാഞ്ചി മഠത്തിന്റെ അല്ല കാഞ്ചിയുടെ നഗരത്തിന്റെ സവിശേഷതകൾ പ്രത്യേകം പറയുന്നുണ്ട്. അതിന്റെ തർക്ക ഭൂമികയായിരുന്നു, വൈയാകരണന്മാരുടെ കേന്ദ്രമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാവുന്ന ഈ മഹാപുണ്യ നഗരികൾ അയോധ്യ, മധുര, മായ, അതായത് ഹരിദ്വാർ, കാശി, അവന്തി, ഉജ്ജയിൻ, ദ്വാരക, കാഞ്ചി, ഈ 7 ഈ 7 3 ശിവന് പ്രാധാന്യം, 3 വിഷ്ണുവിന് പ്രാധാന്യം. കാഞ്ചി ഹരിക്കും ഹരനും ഒരുപോലെ പ്രാധാന്യം. അതാണ് കാഞ്ചിയെ പറ്റി പറയുന്നത്. ഒരു സമന്വയ മഠമാണ്. അവിടെ ശ്രീചക്ര പൂജ ആചാര്യ നിർദ്ദേശപ്രകാരമാണ് ഇന്ന് കാണുന്ന ശ്രീചക്രത്തിന്റെ മാതൃകയിലാണ് നഗരം സൃഷ്ടിച്ചിരിക്കുന്നത്. അതിന്റെ മധ്യബിന്ദുവായിട്ടാണ് ഈ ക്ഷേത്രം. അതിൽ തന്നെ ബിന്ദു സ്ഥാനത്താണ് കാഞ്ചി കാമാക്ഷി കുടികൊള്ളുന്നത്. അത്രയും പ്രാധാന്യമുള്ള നഗരമാണ് കാഞ്ചി. നഗരേഷു കാഞ്ചി എന്ന് വെറുതെ പറയുന്നല്ല. കൈലാസത്തിൽ നിന്നും കൊണ്ടുവന്ന ശിവലിംഗങ്ങൾ പരമഹംസനായിട്ടുള്ള ശങ്കരാചാര്യർ, കേദാരത്തിൽ മുക്തിലിംഗം, നേപ്പാൾ നീലകണ്ഠ ക്ഷേത്രം എന്ന് അറിയപ്പെടുന്ന അവിടെ വരലിംഗം, ചിദംബരത്ത് മോക്ഷലിംഗം, ശൃംഗേരിയിൽ ഭോഗലിംഗം, കാഞ്ചിയിൽ യോഗലിംഗം എന്നിങ്ങനെ 5 വെച്ചു എന്നാണ്. ഇതൊക്കെ ഞാൻ എന്തിനാ എഴുതി വെച്ചെന്നറിയോ? ഒന്ന് ഉച്ചയ്ക്ക് ഇരുന്ന് എഴുതിയാണ് ഞാൻ വെറുതെ. അതായത് നമ്മളിപ്പം പലയിടത്തും വായിച്ച കാര്യങ്ങളൊക്കെ ഞാൻ പറയാൻ നിന്ന് കഴിഞ്ഞാൽ അവിടെ 5-6 മണിക്കൂർ പറയേണ്ടി വരും. അതങ്ങനെ വഴുതി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സംക്ഷേപിച്ച് എഴുതി വെച്ചിരിക്കുന്നതാണ്. ഇനി ഒന്ന് പറയാം, ജാത്യാദീൻ സംപരിത്യജ്യ നിമിത്തം കർമ്മണാം ബുധ. അതായത് ജാതി തുടങ്ങിയവയല്ല. അപ്പൊ ശങ്കരാചാര്യരുടെ അപശുദ്രാധികരണത്തിന്റെ ഭാഷ്യത്തിൽ പലരും പറയുന്നത് ശങ്കരാചാര്യ ഭയങ്കര ജാതിവാദിയാണ്, നാരായണ ഗുരുവിനെ പോലെ കാരുണ്യമില്ല, അല്ലെങ്കിൽ ബുദ്ധനെ പോലെ കാരുണ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഈ വിവേകാനന്ദ സ്വാമികളുടെ കംപ്ലീറ്റ് വർക്ക്സിൽ ഒരിടത്ത് വിവേകാനന്ദ സ്വാമി പറയാണ്, ബുദ്ധ ഹാഡ് എ ഹാർട്ട് വിച്ച് ശങ്കര ഫെയിൽഡ് ടു ഹാവ്. ബുദ്ധനൊരു ഹൃദയം ഉണ്ടായിരുന്നു, ശങ്കരൻ ഇല്ലാതെ പോയി എന്ന് വിവേകാനന്ദ സ്വാമി പറഞ്ഞിട്ടുണ്ട്. അതൊരു പക്ഷെ വിവേകാനന്ദ സ്വാമിക്ക് അദ്വൈത വേദാന്തം സമ്യക്കായി പഠിക്കാൻ അവസരം കിട്ടാത്തതുകൊണ്ടാകുമെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം അവരൊക്കെ വളരെ എളുപ്പത്തിൽ 2-3 വർഷമൊക്കെ പല ആചാര്യന്മാരുടെ അല്പാൽപമേ അദ്വൈതം പഠിച്ചിട്ടുള്ളൂ. അത് ഒരു കൃത്യമായ ശിക്ഷണം അവർക്ക് സിദ്ധിച്ചു. ആദ്യ വേദാന്തവും ശങ്കരാചാര്യരുടെ ജീവിതവും ശരിക്കും പഠിച്ച ഒരാൾക്ക് ആചാര്യൻ കരുണയില്ലാത്തവരാണെന്ന് പറയാൻ ഒരിക്കലും സാധിക്കില്ല. അതെന്താണ് പറയാൻ? ഉപദേശ ശാസ്ത്രയിൽ ശ്ലോകം എടുത്ത് പല ശ്ലോകങ്ങളുണ്ട്. ഉപദേശത്തിൽ നിന്ന് എടുത്ത് പറയുന്നത് മാത്രം, ജാത്യാദീൻ സംപരിത്യജ്യ നിമിത്തം കർമ്മണാം ബുധ കർമ്മഹേതു വിരുദ്ധം യത് സ്വരൂപം ശാസ്ത്രത്തെ സ്മരേത്. അതായത് ശങ്കരാചാര്യ ഓപ്ഷൻ വെക്കുകയാണ്. 2 മാർഗത്തെ, നിവൃത്തി മാർഗവും പ്രവൃത്തി മാർഗം 2 മാർഗമുണ്ട്. പ്രജാപതികൾ, മരീചി തുടങ്ങിയ പ്രജാപതികളിൽ തുടങ്ങുന്ന പ്രവൃത്തി മാർഗം ഗാർഹസ്ഥ്യധർമ്മത്തെ, ലോകക്രമത്തെ, ലോകയാത്രയെ ചലിപ്പിക്കുന്നതാണ്. ഉണ്ണി ഉണ്ടാവുക, കല്യാണം കഴിക്കുക, ഉണ്ണി ഉണ്ടാവുക, ഇങ്ങനെയുള്ള പരിപാടികൾ. അതിനൊരു ധർമ്മമുണ്ട്. അത് വൈദിക ധർമ്മമാണ്. ഡൂസ് ആൻഡ് ഡോൺസ് വൈദിക ധർമ്മമാണ്, കർമ്മകാണ്ഡമാണ്. അത് അവിടെ നിലനിൽക്കണം. അതേപോലെ തന്നെ നിവൃത്തി മാർഗം ധനകാദികളിലൂടെ ഇവരും പ്രകാശിപ്പിച്ചിട്ടുണ്ട്. ഈ 2 മാർഗങ്ങളെയുമാണ് ശരിക്കും വൈദിക ധർമ്മം എന്ന് പറയുന്നത്. അതായത് ഒന്നിന്റെ കൾമിനേഷനാണ് മറ്റൊന്ന്. ഇപ്പൊ പ്രവൃത്തി മാർഗത്തിലെ സന്യാസം ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വനപ്രസ്ഥം, അവസാനം സന്യാസം. ആ പ്രവൃത്തി മാർഗത്തിലെ ചതുരാശ്രമത്തിൽ, അതായത് 4ാമത്തെ ആശ്രമത്തിലാണ് സന്യാസം സംഭവിക്കുന്നത്. അല്ലാതെ ഏത് പകലാണോ വൈരാഗ്യം ഉണ്ടാവുന്ന അപ്പോൾ തന്നെ സന്യസിക്കാനുള്ള വിധാനമുണ്ട്. യഥഹരേവ വിരജേത് തഥഹരേവ പ്രവ്രജേത് എന്നുണ്ട്. ആചാര്യർ തന്നെ ആപത് സന്യാസമാണ് ആദ്യം എടുത്തത്. ശങ്കരാചാര്യർ തന്നെ ആദ്യം എടുത്ത ആപത് സന്യാസമാണ്. അമ്മയോട് അനുവാദം ചോദിച്ചു. അമ്മ ഒറ്റയ്ക്കാണ്. അമ്മ അനുവാദം കൊടുക്കില്ല. കാരണം ഉണ്ണി ചെറിയ കുട്ടിയാണ്. മാത്രമല്ല അമ്മ ഒറ്റയ്ക്കുമാണ്. ഒറ്റ വഴിയുള്ളൂ. മായാ നിർമ്മിതമായ ഒരു മുതലയെ കൊണ്ട് തന്റെ കാലിൽ തന്നെ കടിപ്പിച്ചിട്ട് ആപത്തപ്പെട്ടു അമ്മ, ഇനി സന്യാസം അല്ലാണ്ട് രക്ഷയില്ല. ഒന്നല്ലെങ്കിൽ അമ്മയ്ക്ക് എന്നെ മരണത്തിന് കൊടുക്കാം, അല്ലെങ്കിൽ സന്യാസത്തിന് കൊടുക്കാം. എന്നാൽ സന്യാസി ആയിക്കോളൂ, നീ ജീവിച്ചിരിക്കുമല്ലോ വെച്ചിട്ട് അമ്മ സമ്മതിച്ചു എന്നാണ്. അപ്പോ യഥാർത്ഥത്തിൽ പറഞ്ഞ ശങ്കരാചാര്യരുടെ ആദ്യത്തെ സന്യാസം ആപത് സന്യാസമാണ്. അത് ആപത് സന്യാസമല്ല, ഞാൻ പറയും ആപതുദ്ധാരണ സന്യാസമാണ്. ഈ ലോകം ബൗദ്ധവും സാഖ്യവും യോഗവും വൈശേഷികവും ഒക്കെ തമ്മിലടിച്ച് നിൽക്കുന്ന ആപത്തിൽ നിന്ന് ഉദ്ധരിച്ച സന്യാസമാണ് ശങ്കരാചാര്യ. പിന്നീട് ക്രമസന്യാസത്തെ എടുത്തുള്ള വേറെ വിഷയം. അപ്പൊ ഇവിടെ പറഞ്ഞെന്താണ്? ബുദ്ധിമാനായ മനുഷ്യന് ഈ 2 മാർഗങ്ങളും ഉണ്ട്. ഇതിൽ എപ്പോഴും കർമ്മമാർഗത്തിൽ, അതായത് പ്രവൃത്തി മാർഗത്തിൽ ജാതി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരു ഗൃഹസ്ഥനെ സംബന്ധിച്ച് അവന്റെ അച്ഛന്റെ ജാതിയാണ് മകനുണ്ടാവുന്നത്. ആ ജാതി നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. ആ ജാതി ജന്മനാ സിദ്ധിക്കുന്നതാണ്. അതിൽ ഉച്ചനീചത്വം കാണുക, അല്ലെങ്കിൽ അത് വേർതിരിവ് കാണുക എന്നുള്ളത് അത് വൈദിക കർമ്മകാണ്ഡത്തിന്റെ വിഷയമാണ്. അത് പ്രവൃത്തിയുടെ വിഷയമാണ്. ബുദ്ധിമാനായവൻ അതിൽ പോവരുതെന്നാണ് ശങ്കരാചാര്യ പറഞ്ഞിട്ടുള്ളത്. അത് ചോയ്സ് തന്നിരിക്കുകയാണ്. ശങ്കരാചാര്യ 2ഉം പറഞ്ഞു. ഇങ്ങനെ ജാതി ഉണ്ട്, ഇന്ന ജാതികളൊക്കെ ഉണ്ട്, അതിന്റെ വർണ്ണാശ്രമ ധർമ്മങ്ങളുണ്ട്, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഗൃഹസ്ഥൻ അനുഷ്ഠിക്കേണ്ടവയാണ്. പക്ഷേ ഏത് നിമിഷവും നിങ്ങൾക്ക് ഇതിൽ നിന്ന് പിൻവാങ്ങാം. ജാതിരഹിതമായ, അല്ലെങ്കിൽ വർണ്ണവർഗ വ്യത്യാസമില്ലാത്ത ഒരു വലിയ ശാന്തിര ശാന്തി തീരം അപ്പുറത്ത് കിടക്കുന്നത്. അതെന്താണ്? നിവൃത്തി മാർഗമാണ്. അതിനെന്താ പറഞ്ഞിരിക്കുന്നത്?
കർമ്മഹേതു വിരുദ്ധം യത് സ്വരൂപം, സ്വരൂപത്തിന് ആത്മസ്വരൂപത്തിന് കർമ്മഹേതുവായിട്ടോ അല്ലെങ്കിൽ കർമ്മമായിട്ടോ അല്ലെങ്കിൽ അതിലെ ജാതിയുമായിട്ടോ വർണ്ണവുമായിട്ടോ ഒരു ബന്ധവുമില്ല. അങ്ങനെ ഇതിനോടൊന്നും ഒട്ടും ഒട്ടാത്ത ആത്മസ്വരൂപത്തെ ധ്യാനിക്കുകയാണ് നിങ്ങൾ വേണ്ടത്. ആരാണെങ്കിൽ നിങ്ങൾ ബുദ്ധിമാനാണെങ്കിൽ. അതാ പറഞ്ഞത് എന്താണ്, ബുദ്ധിമാനായ മനുഷ്യൻ കർമ്മങ്ങൾക്ക് കാരണമായ ജാതി തുടങ്ങിയ ഭേദങ്ങളെ വെടിഞ്ഞിട്ട്, അതാണ് ജാത്യാദീൻ സംപരിത്യജ്യ, വെടിഞ്ഞിട്ട് ശാസ്ത്രമനുസരിച്ച് കർമ്മകാരണങ്ങളോട് യാതൊരു ബന്ധവും പൊരുത്തവുമില്ലാത്ത ആത്മസ്വരൂപത്തെ സദാ സ്മരിക്കേണ്ടതാണ്. ഇതാണ് നിവൃത്തി മാർഗം. ഇത് ശങ്കരാചാര്യർ പറഞ്ഞു വെച്ചു എന്നാണ് തെറ്റ്. ശങ്കരാചാര്യ കാലഘട്ടം എന്നാണ് ഞാൻ പറഞ്ഞു, ബുദ്ധന് തൊട്ട് ശേഷവും കോമൺ ഏരയ്ക്ക് മുമ്പുമാണ്, പൊതു ലോകക്രമത്തിന് മുൻപുമാണ്. ആ കാലഘട്ടത്തിൽ സമൂഹത്തിൽ നിരന്തരം ജാതീയ വർണ്ണത്തെയൊക്കെ അദ്ദേഹം അതുപോലെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിലൊന്നും പെടണമെന്നോ ആത്മാവിന് ഇതൊരു ബന്ധമുണ്ടെന്നോ എവിടെയും പറഞ്ഞിട്ടില്ല. ആത്മാവ് എല്ലാ ഭേദങ്ങൾക്കും അതീതമായി പ്രകാശിക്കുന്ന, എല്ലാത്തിനും ഒരുപോലെ പ്രകാശിക്കുന്ന ഒന്നാണ്. അതിന് കർമ്മവുമായി ബന്ധപ്പെട്ട ജാതിയുമായിട്ടോ ഭേദങ്ങളുമായിട്ടോ യാതൊരു ബന്ധവുമില്ലെന്ന് ആവർത്തിച്ച് ഭാഷ്യത്തിലും പ്രകരണ ഗ്രന്ഥങ്ങളിലും സ്തോത്രാദികളിലും ഒരുപോലെ എഴുതി വെച്ചിരിക്കുന്ന മഹാപുരുഷനാണ് ശങ്കരാചാര്യർ. അദ്ദേഹത്തെ ജാതി പറഞ്ഞ് നിർണയിക്കുകയും ജാതി പറഞ്ഞ് നിന്ദിക്കുകയും ചെയ്യുന്നത് മണ്ടന്മാരുടെ ജോലിയാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് 8 കാലമായി സമയം ഓടുന്നു, വളരെ വേഗത്തിൽ ഓടിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് എന്നെ ഹരി മാഷ് ഇങ്ങനെ കാണിക്കുന്നുണ്ട് സമയം. ഏതായാലും ഇതെന്തിനാ ഇത്രയും പറഞ്ഞു വെച്ചാൽ, ശങ്കരാചാര്യർ സൗന്ദര്യലഹരി എഴുതിയാലും ശങ്കരാചാര്യർ ശിവാനന്ദലഹരി എഴുതിയാലും ശങ്കരാചാര്യർ അച്യുതാഷ്ടകം എഴുതിയാലും എന്തെഴുതിയാലും ഒടുവിലത് എല്ലാറ്റിലും ഒരുപോലെ നിലകൊള്ളുന്ന നിത്യമുക്ത ബുദ്ധ സ്വരൂപത്തെ പറഞ്ഞുകൊണ്ടാണ് അവസാനിക്കുന്നത്. എന്തുകൊണ്ടാണ്? ദേവതകൾക്കെല്ലാം പരിധിയുണ്ട്. എന്റെ ഗുരു അമ്മ എപ്പോഴും പറയും, ആകാശം മുട്ട ഒരു വൃക്ഷവുമില്ല, പാതാളം മുട്ട ഒരു വേരുമില്ല. ദേവതകൾക്കെല്ലാം പരിധിയുണ്ട്. ദേവതകളെ നാം ഉപയോഗിക്കണം ചിത്തശുദ്ധിക്കായി കൊണ്ട്. തത്ര വിചാരം മഹാവാക്യ വിചാരം കൊണ്ട് വിചാരമാർഗത്തിൽ മുക്തിയുള്ളൂ. ജ്ഞാനം വിനാ മുക്തി ഉണ്ടാകുന്ന ആരംഭത്തിൽ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധാവാൻ സംയതേന്ദ്രിയ ശാന്തി അചേരേണ അധിഗച്ഛതി. അപ്പൊ ജ്ഞാനം ഉണ്ടാകാൻ വേണ്ടി ആചാര്യ ഭഗവത്പാദരെ ആശ്രയിക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ. ഭാഷ്യങ്ങൾ പഠിക്കുക, എല്ലാം പഠിക്കാൻ പറ്റിയില്ലെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ശ്രീമദ് ഭഗവത്ഗീതയ്ക്ക് ആചാര്യ ഭഗവത്പാദരെ എഴുതിയ ഭാഷ്യമെങ്കിലും ക്രമമായി പഠിക്കാൻ ഇപ്പോഴേ തുടങ്ങിക്കോളാം. ഈ ജയന്തിമാവട്ടെ, ഇനിയും കുറെ സമയമുള്ളപ്പോൾ വിശദമായിട്ട് ടെക്സ്റ്റുകൾ എടുത്ത് നമുക്ക് സംസാരിക്കാം. ഇന്ന് അതിന് സമയമില്ല. എല്ലാവർക്കും ഇത്രയും നേരം കേട്ടിരുന്നതിന് അകൈതപമായി നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് സുബ്രഹ്മണ്യൻ സാറോടിരിക്കേണ്ട, അദ്ദേഹം മഹാപണ്ഡിതനാണ്. അദ്ദേഹത്തിന് മുമ്പിലൊക്കെ ഇത്ര അധിക പ്രസംഗം പറഞ്ഞതിന് എന്നോട് പൊറുക്കണമെന്ന് കേണ് അപേക്ഷിക്കുകയാണ്. എല്ലാ മഹാന്മാരായിട്ടുള്ള ബുധജനങ്ങൾക്കും നമസ്കാരം. ഹര നമഃ പാർവതീ പതയേ, ഹര ഹര മഹാദേവ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ജയ ജാനകി കാന്ത സ്മരണം, ജയ ജയ രാമ രാമ. സദ്ഗുരു സ്വാമിന ജയ്. അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല. ശ്രീരാമ ജയം. ശ്രീരാമ ശ്രീരാമ.